വിൻഡോ കാണുന്നുണ്ടല്ലോ അല്ലേ? ആ കാണുന്നു. ഓക്കെ ഓക്കെ. അപ്പൊ ഇനി നമുക്ക് എടുക്കാനുള്ളത് എൻഗേജ്മെന്റ് ക്യാമ്പയിൻ ആണ്. നമ്മൾ അവയർനെസ് ട്രാഫിക് കൊടുത്തു, ഇനി എൻഗേജ്മെന്റ് കേട്ടോ. ഈ എൻഗേജ്മെന്റ് നമ്മളിവിടെ ആഡ് മാനേജർ ഓപ്പൺ ചെയ്ത് ക്രിയേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് വരും അവയർനെസ് ട്രാഫിക് എൻഗേജ്മെന്റ്. എൻഗേജ്മെന്റിന്റെ ചെറിയ ചെറിയ വ്യത്യാസം അങ്ങനെ ഉള്ളൂ, കാര്യമായിട്ടൊന്നുമില്ലല്ലോ. ഇല്ല, ചെറിയ ചെറിയ വ്യത്യാസമുള്ളൂ, കൂടുതൽ വ്യത്യാസം ഉണ്ടാവില്ല. ഇവിടെ ഉദ്ദേശം വരുന്നത് വെച്ചാല് നമ്മൾ ഗോള് വരുന്നത് നമ്മളെ വീഡിയോ ഒക്കെ പോസ്റ്റിനോ അതുപോലെ തന്നെ എന്തിനാണെങ്കിലും എൻഗേജ് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് ഇവിടെ ടാർഗറ്റ് ചെയ്യുന്നത്. മറ്റേത് ട്രാഫിക് ആണ്, വെബ്സൈറ്റിക്കോ അല്ലെങ്കിൽ വാട്സപ്പിക്കോ ഏതിലേക്കെങ്കിലും ആളെ കൊണ്ടുവരിക എന്നുള്ളതാണ്. അവയർനെസ് ആണെങ്കിൽ നമ്മളെ ബ്രാൻഡിനെ കുറിച്ച് ഒരു അവയർനെസ് കൊടുക്കുക എന്നുള്ളതാണ്. എൻഗേജ്മെന്റ് ആകുമ്പോൾ ഇവരെന്ത് ചെയ്യുക, എൻഗേജ് ചെയ്യിപ്പിക്കുക എന്നുള്ള ഗോളുള്ളൂ. ബാക്കിയൊക്കെ സെയിം ആണ്, ചെറിയ ചെറിയ മാറ്റങ്ങളെ ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പൊ അവർ സെലക്ട് ചെയ്തു. അപ്പൊ എൻഗേജ്മെന്റിൽ ഇപ്പൊ ഉള്ളത് മെസ്സഞ്ചർ, ഇൻസ്റ്റഗ്രാം, വാട്സപ്പ്, പിന്നെ വീഡിയോ വ്യൂ. ഇപ്പൊ നമുക്കൊരു വീഡിയോ ഒക്കെ ഉണ്ടെങ്കിൽ ആ വീഡിയോ ഒരുപാട് ആൾക്കാരെ കാണിക്കണമെങ്കിലൊക്കെ എന്ത് ചെയ്യാം, നമുക്ക് എൻഗേജ്മെന്റ് ക്യാമ്പയിൻ ചെയ്താൽ മതി. അപ്പൊ ഈ എൻഗേജ്മെന്റ് ക്യാമ്പയിൻ ചെയ്യുമ്പോൾ ആളുകൾ നല്ല ലൈക്ക്, കമന്റ് ഒക്കെ കിട്ടും നമുക്ക് കൂടുതൽ. നമ്മുടെ പോസ്റ്റിന് ഒരുപാട് വ്യൂസ് കിട്ടും, അല്ലെങ്കിൽ ലൈക്ക്, കമന്റ്, ഷെയർ, ഇങ്ങനത്തെ കാര്യങ്ങൾ എൻഗേജ് ചെയ്യുന്ന സംഭവങ്ങൾ കിട്ടും. ഓക്കെ, കൺവേർഷന് കാള്, ഇത്രയും കാര്യങ്ങൾ അതിലുള്ളത്. അപ്പൊ അത് ഈ കൊടുത്തു. വ്ളോഗേഴ്സ് ഒക്കെ എൻഗേജ്മെന്റ് ആ കാര്യമല്ലേ ചെയ്യുന്നത്? എൻഗേജ്മെന്റ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്, അവരിതിന് റീച്ചും കാര്യങ്ങളും കൂട്ടാൻ വേണ്ടിയിട്ട്. ഉം. അപ്പൊ ഇവിടെയുണ്ട് എന്ത്, എന്താ മാനുവല് റെക്കമെൻഡ് ഫാസ്റ്റ് ആയിട്ടുള്ളത്. അപ്പൊ നിങ്ങൾക്ക് ഇത് രണ്ടും ചെയ്ത് നോക്കട്ടോ. ഞാൻ മാനുവൽ എടുക്കുന്നുണ്ട്, എല്ലാ ഓപ്ഷൻസും മാനുവലാണ് ഉണ്ടാവുക, അതുകൊണ്ടാണ് മാനുവൽ സെലക്ട് ചെയ്യുന്നത്. നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എന്താ ഈ മുകളിൽ കൊടുത്തൊന്നും കൊടുക്കാം, ഓട്ടോമാറ്റിക് ആയിട്ടുള്ള കൊടുക്കാം. ഓക്കെ, ഇവിടെ കൊടുക്കുന്നപ്പോ എൻഗേജ്മെന്റിന് നമ്മൾ എന്ത് ചെയ്യണം, ഒരു പേര് കൊടുക്കണം. അപ്പൊ എൻഗേജ്മെന്റിന് ഞാനിവിടെ ഡ്രീം ഫിറ്റ് കൊടുക്കാം കേട്ടോ. നമ്മൾ കണ്ടന്റ് ഓൾറെഡി ഉണ്ട്. ഡ്രീം ഫിറ്റ് എൻഗേജ്മെന്റ് 1 എന്ന് കൊടുത്തു. അല്ലെങ്കിൽ ഇവിടെ ഡേറ്റ് കൊടുക്കാം, ഇന്നത്തെ ഡേറ്റ് 14/14/2/2024. അപ്പൊ ക്യാമ്പയിന് ഞാൻ നെയിം കൊടുത്തു. സ്പെഷ്യൽ കാറ്റഗറി ആണെങ്കിൽ അത് കൊടുക്കാം, സ്പെഷ്യൽ കാറ്റഗറി അല്ലാത്തതുകൊണ്ട് ഞാൻ കൊടുക്കുന്നില്ല. പിന്നെ എൻഗേജ്മെന്റ് ഇവിടെ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. ക്യാമ്പയിൻ ലിമിറ്റ് ഇവിടെ കൊടുക്കണ്ട. പേയ്മെന്റ് ഇവിടെ കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്, പേയ്മെന്റിന്റെ ബഡ്ജറ്റ് ആണ് കൊടുക്കുന്നില്ല. നെക്സ്റ്റ് അടിച്ചു. ഇവിടെയും എന്ത് ചെയ്യും, നമ്മൾ ക്യാമ്പയിന് നെയിം, ആഡ്സിന്റെ നെയിം കൊടുത്തു. ഇവിടെ നമുക്ക് കൺവേർഷൻ ലൊക്കേഷൻ, ഇവിടെ എൻഗേജ്മെന്റിൽ നമുക്ക് കൺവേർഷൻ ലൊക്കേഷൻസ് ഉണ്ട്. എവിടെയൊക്കെയെന്ന് വെച്ചാൽ മറ്റേ പോലെ തന്നെ മെസ്സേജിങ് ആപ്പ് ഉണ്ട്. ഈ മെസ്സേജിങ് ആപ്പിലാണ് എന്ത് വരുന്നത്, വാട്സപ്പ്, മെസ്സഞ്ചർ, ഇൻസ്റ്റാഗ്രാം മെസ്സഞ്ചർ ഒക്കെ വരുന്നത് കേട്ടോ. പിന്നെ ഓൺ യുവർ ആഡ്, പീപ്പിൾ വാച്ച് യുവർ വീഡിയോ, ഇന്ററാക്ട് വിത്ത് യുവർ പോസ്റ്റ്, ഇവന്റ് ഓർ ഗ്രൂപ്പ്. നമ്മളെ വീഡിയോ ഒക്കെ വെച്ചിട്ട് നമ്മൾ ക്യാമ്പയിൻ ചെയ്യുമല്ലോ, വീഡിയോ ഒരുപാട് വ്യൂസും കാര്യങ്ങളൊക്കെ കിട്ടണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഓൺ യുവർ ആഡ് എന്നുള്ളത് കൊടുത്താൽ മതി. മനസ്സിലായോ? ഇവിടെ വീഡിയോ വ്യൂ ആയിരിക്കും കേട്ടോ. ഫസ്റ്റത്തെ മെസ്സേജ് അത് ഏതെങ്കിലും മെസ്സേജിലേക്ക്, വാട്സപ്പോ ഇൻസ്റ്റാഗ്രാമോ ഏതിലെങ്കിലും. പിന്നെ ഒന്ന് വരുന്ന കാള് കൊടുത്താൽ നമ്മളെ നമ്പർ എന്ത് ചെയ്യും, ബട്ടൺ ആയിട്ട് വരും, കൊടുക്കാൻ പറ്റും. പിന്നെ ഉള്ള വെബ്സൈറ്റ്, പിന്നെ വരുന്നത് മൊബൈൽ ആപ്ലിക്കേഷന്, പിന്നെ ഒന്ന് വരുന്നത് ഫേസ്ബുക്ക് പേജ്. ഈ ഫേസ്ബുക്ക് പേജ് വെച്ച് ക്യാമ്പയിൻ കൊടുക്കുമ്പോഴാണ് നമുക്ക് ഫോളോ ചെയ്യാനുള്ള ഒരു ബട്ടൺ ആയിട്ട് വരുമല്ലോ. ഫേസ്ബുക്ക് പേജിന് ഫോളോവേഴ്സ് കൂട്ടാനൊക്കെ നമുക്ക് ഇത് ഉപയോഗിക്കാം. മനസ്സിലായോ? ഫേസ്ബുക്കിന് ഫോളോവേഴ്സ് കൂട്ടാന് നമുക്ക് എന്ത് ചെയ്യാം, ഇത് ഉപയോഗിക്കാം. അപ്പൊ ഞാൻ എക്സാമ്പിൾ കാണിച്ചു കേട്ടോ. ഇപ്പൊ ഇവിടെ ഞാൻ പേജ് സെലക്ട് ചെയ്തു. പേജ് സെലക്ട് ചെയ്തിട്ട് ആഡ് സെറ്റ് പോയി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കാണാൻ പറ്റും. ഒരു മീഡിയ ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഇപ്പൊ ഞാൻ ഈ ഇമേജ് സെലക്ട് ചെയ്തു. ഇവിടെ കണ്ട നിങ്ങള് ഡ്രീം ഫിറ്റ് ന്യൂട്രീഷൻ സെന്റർ, അതിന്റെ കാറ്റഗറി ഇവിടെ ലൈക്ക് ബട്ടൺ കണ്ടോ? ഈ ലൈക്ക് അടിക്കുമ്പോൾ എന്താ വെച്ചാൽ ആ പേജാണ് ലൈക്ക് ആകുന്നത്. പേജിന് ലൈക്സ് കൂട്ടുക എന്നുള്ള കേട്ടോ.
ഇപ്പോ ഫോളോവേഴ്സിന് പ്രാധാന്യം ആയതുകൊണ്ട് തന്നെ ലൈക്ക് അത്ര ഇമ്പോർട്ടന്റ് അല്ല. മുമ്പൊക്കെ എല്ലാവരും ചെയ്തതിന്റെ ഈ ക്യാമ്പയിൻ ആയിരുന്നു. ഉം. അപ്പൊ ആ ഡിഫറൻസ് മനസ്സിലാക്കുക. അതിൽ വരുന്ന മാറ്റം അതാണ്. എന്താ അടുത്തത്, ഓൺ യുവർ ആഡ് ഉണ്ടാവും. ഓൺ യുവർ ആഡ് എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മുടെ വീഡിയോ ആണ് കേട്ടോ. വീഡിയോ നമുക്ക് എന്ത് ചെയ്യാം, എന്താ ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ, ഓൺ യുവർ ആഡ് കൊടുത്തു കഴിഞ്ഞാൽ വീഡിയോ ആണ്. അപ്പൊ ഇവിടെ എൻഗേജ്മെന്റ് വീഡിയോ എന്ന് വരും. അതുപോലെ വീഡിയോ വ്യൂവ്, പോസ്റ്റ് എൻഗേജ്മെന്റ്, ഇവന്റ് റെസ്പോൺസ്, ഗ്രൂപ്പ് ജോയിൻസ്, റിമൈൻഡർ സെറ്റ്. ഇപ്പൊ നമ്മുടെ ഒരു പ്രോഗ്രാമിന്റെ വീഡിയോ ഒക്കെ ആണെങ്കിലേ നമുക്ക് എന്ത് ചെയ്യാം, അതിന്റെ ഡേറ്റും ടൈമും കൊടുത്ത് റിമൈൻഡർ സെറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ അടിയിൽ എന്ത് ചെയ്യും, ബട്ടന്റെ രൂപത്തിൽ റിമൈൻഡർ എന്ന് പറഞ്ഞിട്ട് ആ ഡേറ്റ് വരും. നമ്മളെ ഗ്രൂപ്പൊക്കെ എന്തെങ്കിലും ജോയിൻ ചെയ്യിപ്പിക്കാനാണെങ്കിൽ ഇവിടെ ജോയിൻ ആവും എന്നുള്ള രീതിയിൽ വരും. അപ്പൊ അതിന്റെ ലിങ്കോ കാര്യങ്ങളോ കൊടുത്താൽ മതി. അല്ലെങ്കിൽ ഗ്രൂപ്പ് സെലക്ട് ചെയ്ത് കൊടുക്കുക, ഫേസ്ബുക്ക് ഗ്രൂപ്പോ അങ്ങനെ എന്തെങ്കിലും. ഇവന്റ് റെസ്പോൺസ് ആണെങ്കിൽ നമ്മൾ ഇവന്റ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ ഇവന്റിനെ കുറിച്ച് പറയുന്ന വീഡിയോ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇവന്റ് റെസ്പോൺസ് കൊടുക്കാം. അപ്പൊ ഇവന്റിന് രജിസ്റ്റർ ചെയ്യാന്നുള്ള രൂപത്തിൽ കൊടുക്കാൻ പറ്റും. പോസ്റ്റ് എൻഗേജ്മെന്റ് ആണെങ്കിൽ നമ്മൾ ഇടുന്ന പോസ്റ്റിന് എന്ത് ചെയ്യും, ആൾക്കാർ കമന്റോ ലൈക്കോ ആ രീതിയിൽ എൻഗേജ്മെന്റ് കിട്ടും. അല്ലെങ്കിൽ വ്യൂസ് കിട്ടണമെങ്കിൽ വ്യൂസ് എന്ന് കൊടുക്കാം. ചെറിയ 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 മാറ്റങ്ങളാണുള്ളത്. ഇവിടെ നമ്മൾ പെർഫോമൻസ് ഗോൾ ഉണ്ട്. പെർഫോമൻസ് ഗോള് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ മാക്സിമം ത്രൂ പ്ലേ വ്യൂസും ഉണ്ടാവും, മാക്സിമം 2 സെക്കൻഡ് കണ്ടിന്യൂസ് വീഡിയോ. മാക്സിമം ത്രൂ പ്ലേ പറഞ്ഞാൽ ആ വീഡിയോ ഫുൾ എന്ത് ചെയ്യുക, കാണണം. 15 സെക്കൻഡിന്റെ ഉള്ളിലുള്ള വീഡിയോ ആവണം കേട്ടോ. അപ്പൊ അത് ഫുൾ എന്ത് ചെയ്യും, ആളുകൾ കാണും, മാക്സിമം കാണും. മാക്സിമം 2 സെക്കൻഡ് കണ്ടിന്യൂസ് വീഡിയോ ആണെങ്കിൽ നമ്മൾ ഇട്ട വീഡിയോക്ക് 2 സെക്കൻഡ് എന്ത് ചെയ്യുള്ളൂ, ആൾക്കാർ കണ്ടിന്യൂസ് ആയി കാണുള്ളൂ. അത് കഴിഞ്ഞപ്പോൾ സ്കിപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ വരും. നമുക്ക് ഇതിൽ ഏത് വേണമെങ്കിലും കൊടുക്കാം. പക്ഷെ 15 സെക്കൻഡ് ആകുമ്പോൾ ഷോർട്ട് വീഡിയോ ആണ്. ഇതാവുമ്പോൾ നമുക്ക് ഏത് വീഡിയോ, കുറച്ച് വലിയ വീഡിയോ ഇട്ട് കൊടുത്താലും കുഴപ്പമില്ല. ഇപ്പൊ ഞാൻ അത് കൊടുത്തു. ആഡ് സെറ്റ് പോയിട്ട് എന്ത് ചെയ്യണം, അപ്പൊ നമുക്ക് നിലവിലുള്ള ഏതെങ്കിലും വീഡിയോ ഒന്നെങ്കിൽ എക്സിസ്റ്റിംഗ് പോസ്റ്റ് സെലക്ട് ചെയ്ത് കൊടുത്താല് ഇപ്പൊ ഞാൻ ഈ ഒരു വീഡിയോ സെലക്ട് ചെയ്ത് കൊടുത്തു. അപ്പൊ ഈ രൂപത്തിൽ വരും. ഇവിടെ ബട്ടൺ ഓൾറെഡി വാട്സപ്പ് കണക്ട് ചെയ്തുകൊണ്ട് വാട്സപ്പ് അവിടെ കാണിക്കും. അതിലൂടെ ആൾക്കാർക്ക് വരാം. എൻഗേജ്മെന്റ് ആണ് ഇവിടെ ഫോക്കസ് ചെയ്യുന്നത്. എന്താ വെച്ചാല് വീഡിയോ മാക്സിമം ആൾക്കാർ കാണാന്നുള്ളതാണ്. അപ്പൊ ഇങ്ങനെ വരുമ്പോ എന്താ, ഇതിപ്പോ റീൽസിൽ വരുന്നതാണ്, ഫീൽഡിൽ വരുന്നതാണ്. റീൽസ് ഇങ്ങനെ ഓരോന്ന് എടുത്ത് നോക്കി കഴിഞ്ഞാല് ചിലപ്പോ ആഡ് ആയിട്ടും എന്ത് ചെയ്യും, മറ്റുള്ള വീഡിയോസിന്റെ മുകളിൽ ആഡ് ആയിട്ടും ഈ രീതിയിൽ നമ്മളത് വരും. വാട്സപ്പ് ബട്ടണോട് കൂടെ ആഡ് ആയിട്ടും വരും. ഇത് തന്നെ ഇനി മാക്സിമം റൂബിളെ കൊടുക്കുകയാണെങ്കിൽ വീഡിയോ, ഷോർട്ട് വീഡിയോ നോക്കാം. ഇവിടെ ശരിക്കും ഇത് വർക്കൗട്ട് ചെയ്യണമെങ്കിൽ ഷോർട്ട് വീഡിയോ കൊടുക്കണം കേട്ടോ. അതാകുമ്പോഴാണ് മറ്റുള്ള വീഡിയോന്റെ മുകളിലൂടെ എന്ത് ചെയ്യും, റീൽസ് ഒക്കെ കാണുന്ന സമയത്ത് അതിന്റെ മുകളിലൂടെ ആഡ് ആയിട്ട് വരും. അതുപോലെ ഫേസ്ബുക്കിലൊക്കെ. പിന്നെ കാൾ ബട്ടൺ ആണ്. കാൾ ബട്ടൺ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മൊബൈൽ നമ്പർ കൊടുക്കുക. ലാസ്റ്റ് എന്ത് ചെയ്യും, അവിടെ കാൾ നൗ എന്നുള്ള രൂപത്തിൽ എന്ത് ചെയ്യും, ഒരു ബട്ടൺ വരും. ഇപ്പോ ഇതെന്തുകൊണ്ട് ഇവിടെ വാട്സപ്പ് കാണിക്കുന്ന വെച്ചാൽ ഈ വീഡിയോ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തപ്പോൾ തന്നെ അതിന്റെ അടിയിൽ വാട്സപ്പ് ബട്ടനോട് കൂടെ പോസ്റ്റ് ചെയ്താട്ടോ. ഇത് എക്സിസ്റ്റിംഗ് പോസ്റ്റ് ആണ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളത്. ഇനിയിപ്പോ നേരെ മറിച്ച് എക്സിസ്റ്റിംഗ് പോസ്റ്റ് അല്ലാതൊരു പോസ്റ്റ് ഇടുകയാണെങ്കിൽ
ഇവിടെ ക്രിയേറ്റ് ആഡ് കൊടുത്തു. ഒരു ഇമേജ് വെച്ച് കൊടുക്കണമെങ്കിൽ ഇവിടെ നമ്മള് ഡെസ്റ്റിനേഷൻ എന്നുള്ളടത്ത് എന്ത് ചെയ്യുക, ഇവിടെ നമ്മുടെ കൺട്രി കോഡ് അതുപോലെ തന്നെ മൊബൈൽ നമ്പർ ഇവിടെ കൊടുക്കണം. മൊബൈൽ നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ താഴത്ത് എന്ത് ചെയ്യും, മൊബൈൽ നമ്പർ ആയിരിക്കും കാൾ നൗ എന്നുള്ള രീതിയിലായിരിക്കും വരും കേട്ടോ. ഇമേജ് നമ്മളെ ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പറിനെ കൊടുക്കണമെന്നുണ്ടോ? ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പർ കൊടുക്കണമെന്നില്ല, നമുക്ക് ഇവിടെ ഏത് മൊബൈൽ നമ്പർ ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാം. അതന്നെ കൊടുക്കണം, നിർബന്ധമൊന്നുമില്ല. എന്താണ്ടോ വാലിഡ് ഫോൺ 88 91 68 66 use add invalid is different URL try again. എന്താ പറയും വേറെ പ്രശ്നം, നമ്മളെ വെബ്സൈറ്റിൽ അതിലേക്ക് കൊടുത്ത നമ്പർ തന്നെ വേണം കേട്ടോ. അപ്പൊ നമ്മൾ നിലവിലേ ഇതിനായിട്ട് കണക്ട് ചെയ്ത നമ്പർ ഉണ്ടല്ലോ, അപ്പൊ നിങ്ങൾ പറഞ്ഞ പോലെ ആ നമ്പറേ പറ്റുള്ളൂ. നമ്മൾ പേഴ്സണൽ നമ്പർ ഇവിടെ കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. പക്ഷെ പറയുന്നത് വെച്ചാല് ആ നമ്പർ നമ്മളെ വെബ്സൈറ്റിൽ എവിടെയെങ്കിലും പ്രൊവൈഡ് ചെയ്ത നമ്പർ ആവണം. അപ്പൊ നമ്മൾ ഇതിൽ ഓൾറെഡി രജിസ്റ്റർ ചെയ്ത നമ്പറേ കൊടുക്കാൻ പറ്റുള്ളൂ. അത് നമ്മൾ കണക്ട് ചെയ്ത ഏതെങ്കിലും നമ്പർ കൊടുക്കുക. പിന്നെ ഇവിടെ ഉണ്ട് സെലക്ട് മൾട്ടിപ്പിൾ ലാംഗ്വേജ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഇപ്പൊ ഇത് പുതിയ ഒന്ന് അപ്ഡേഷൻ കേട്ടോ. നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്തപ്പോ ഉണ്ടായിരുന്നു അല്ലല്ലോ. ഇത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാലേ ഓട്ടോമാറ്റിക് എന്ത് ചെയ്യുന്ന അറിയോ, എന്താ ഇപ്പൊ ഒരു ബംഗാളി കാണുകയാണെങ്കിൽ ബംഗാൾ ലാംഗ്വേജിലായിട്ട് എന്ത് ചെയ്യും, നമ്മുടെ കണ്ടന്റ് കൺവേർട്ട് ആവും ഓട്ടോമാറ്റിക് ആയിട്ട്. എന്നിട്ട് അയാൾക്ക് കാണിച്ചു കൊടുക്കും. ഒരു അറബിയാണ് ഇപ്പൊ നമ്മൾ കൊടുത്ത ടാർഗറ്റ് ലൊക്കേഷനിൽ ഒരു അറബി വന്നിട്ടുണ്ടെങ്കിൽ ആ അറബിയെ നമ്മൾ ആഡ് കാണുകയാണെങ്കിൽ അയാൾ ഏതാണ് ലാംഗ്വേജ് ഫോൺ ഉപയോഗിക്കുന്നത് അയക്ക് കൺവേർട്ട് ചെയ്യും. അപ്പൊ അങ്ങനെ ലാംഗ്വേജ് ഏത് എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക് ആയിട്ട് മൾട്ടിപ്പിൾ ലാംഗ്വേജ് എന്ത് ചെയ്യും, ഫോർമാറ്റ് മാറിയിട്ട് കാണിക്കുന്നതാണ്. പിന്നെ വരുന്ന വെബ്സൈറ്റ് നമ്മൾ നോർമല് വെബ്സൈറ്റിന്റെ ലിങ്ക് കൊടുക്കുക, മൊബൈൽ ആപ്ലിക്കേഷന്റെ ലിങ്ക് കൊടുക്കുക, പേജ് ലൈക്ക് കാര്യങ്ങൾ കൊടുക്കുക. അങ്ങനെ ഡിഫറെന്റ് കാറ്റഗറി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്കിവിടെ എന്താ കൺവേർഷൻ ലൊക്കേഷന് സജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ നമുക്ക് എന്തുണ്ട്, വാട്സപ്പ്, ഇൻസ്റ്റഗ്രാം, മെസ്സഞ്ചർ എന്നുള്ള രൂപത്തിൽ അങ്ങനെ വരുന്നുണ്ട് കേട്ടോ. കൺവേർഷൻ വരുന്നുണ്ട്. അവിടെ ഇപ്പൊ നമ്മൾ കൊടുത്തു, ഇവിടെ ക്ലിക്ക് ടൈപ്പ് രണ്ട് രീതി കാണിക്കും. ഒന്ന് സ്പോൺസേഡ് മെസ്സേജ് ആയിട്ട് കാണിക്കും, അതുപോലെ ക്ലിക്ക് മെസ്സേജ് ആയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ പേജും കാര്യങ്ങളും എന്ത് ചെയ്യുക, നമ്മൾ സെറ്റ് ചെയ്യുക. ഏത് പേജാണ് നമുക്ക് ഏത് പേജിലൂടെയാണ് നമ്മൾ ചെയ്യേണ്ടതെങ്കിൽ ആ പേജ് കൊടുക്കുക. ഏതാണ് ഇൻസ്റ്റഗ്രാം ഉണ്ട്, വാട്സപ്പ് ഉണ്ട്, നിങ്ങൾ ഓൾറെഡി കാണിച്ചിട്ട് ആ രീതിയിൽ പേജിലേക്കാണ് മെസ്സേജ് വരണമെങ്കിൽ അത് കൊടുക്കുക. പിന്നെ ഇവിടെ പെർഫോമൻസ് ഗോൾ ഉണ്ട്. ഗോളിൽ ഇവിടെ രണ്ട് കാറ്റഗറിയാണ്. ഒന്ന് മാക്സിമം നമ്പർ ഓഫ് കൺവേർഷൻ. മാക്സിമം നമ്പർ ഓഫ് കൺവേർഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ എൻഗേജ് ചെയ്ത ആളുകൾ നമ്മളത് കൺവേർട്ട് ചെയ്യുക എന്നുള്ളതാണ് അവിടെ ടാർഗറ്റ് വരുന്നത്. മറ്റൊന്ന് മാക്സിമം നമ്പർ ഓഫ് ലിങ്ക് ക്ലിക്ക് ആകുമ്പോൾ നമ്മൾ ആഡുമ്പോൾ
ആളെവിടെയെങ്കിലും ക്ലിക്ക് ചെയ്താൽ മതി. അപ്പൊ ലിങ്ക് ക്ലിക്ക് കൂടുതലാക്കാരം, പക്ഷെ അതിൽ കൺവേർഷൻ ഗ്യാരണ്ടി ഉണ്ടാവില്ല. മാക്സിമം ഇത് വേണ്ട, ലിങ്ക് ക്ലിക്ക് കൊടുത്തപ്പോ 378 മുതൽ 1100 വരെ ലിങ്ക് ക്ലിക്ക് വന്നു. എന്നാൽ മാക്സിമം നമ്പർ ഓഫ് കൺവേർഷൻ കൊടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും, 20 to 58 ആയിട്ട് മാറി. അപ്പൊ ഇവിടെ 51,000 മുതൽ 1,47,000 ആളുകൾക്ക്, ആവറേജ് 1,00,000 ആളുകൾക്ക് കാണിക്കുമ്പോൾ അതിന് 20 58 കൺവേർഷൻ ആണ് അവർ പറയുന്നത്. അപ്രോക്സിമേറ്റ്ലി ഒരു 30-40 കൺവേർഷൻ. അപ്പൊ കൺവേർഷൻ ആകുമ്പോ കൺവേർഷന്റെ കൗണ്ട് കുറയും, പക്ഷെ നമുക്ക് കൺവേർഷൻ കൂടുതൽ കിട്ടാൻ സാധ്യതയുണ്ട്. അവിടെ റേറ്റും കൂടും കുറച്ച്. എന്നാൽ ലിങ്ക് ക്ലിക്ക് ആണെങ്കിൽ ഒരുപാട് എന്ത് ചെയ്യും കാണിക്കും നമുക്ക്. മാക്സിമം ലിങ്ക് ക്ലിക്ക് കാണിക്കും, മാക്സിമം നമ്പർ ഓഫ് ലിങ്ക് ക്ലിക്ക് എന്നുള്ളതാണ്. നമുക്ക് ഏതാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ആ രീതി ചൂസ് ചെയ്യാം. ഞാനിവിടെ ഒരു 500 രൂപ കൊടുത്തു. അതുപോലെ സ്റ്റാർട്ടിംഗ് ഡേറ്റും എൻഡിങ് ഡേറ്റും നമ്മൾ നോർമൽ ഡേറ്റ് സെറ്റ് ചെയ്തല്ലോ, അതേ സെയിം സാധനം തന്നെയാണ്. എൻഡ് ഡേറ്റും ആണെങ്കിൽ നമുക്ക് കൊടുക്കാം. അതുപോലെ ബഡ്ജറ്റ് എന്ത് ചെയ്യാം, ഷെഡ്യൂൾ ചെയ്യാം. ലൈഫ് ടൈം ഡെയിലി ബഡ്ജറ്റ് ആണെങ്കിൽ, ലൈഫ് ടൈം ആണെങ്കിൽ നമുക്ക് ഇവിടെ ആഡ് ഏതൊക്കെ സമയത്ത് റൺ ചെയ്യണം, റൺ ചെയ്യേണ്ടെന്ന് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും, സെറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ വരുന്നത് ലൊക്കേഷൻ ആണ്. ലൊക്കേഷൻ നമ്മൾ മറ്റേ പോലെ തന്നെ അതിനൊന്നും ഒരു മാറ്റം, സെയിം ആട്ടോ. ലൊക്കേഷന്, ഏജ്, ലാംഗ്വേജ് കൊടുക്കാം. ഓഡിയൻസിന്റെ കാറ്റഗറി ഏതൊക്കെ, നമ്മൾ ഓൾറെഡി സേവ് ചെയ്ത ഓഡിയൻസ് ഉണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്യാം. അതല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഡീറ്റെയിൽ ടാർഗറ്റ് പോയിട്ട് നമുക്ക് നമ്മളെ ഓഡിയൻസ് ആരാണെങ്കിൽ അവരെ ടാർഗറ്റ് ചെയ്ത് കൊടുക്കാം. പിന്നെ വരുന്ന പ്ലേസ്മെന്റ് ആണ്. അഡ്വാൻറ്റേജ് പ്ലസും ഉണ്ടാവും, മാനുവലും ഉണ്ടാവും. അപ്പൊ നമുക്ക് പ്ലേസ്മെന്റ് കൊടുക്കാം. ദെൻ നെക്സ്റ്റ് അടിക്കുക. ഇവിടെ ആഡിന് നെയിം കൊടുക്കുക. പേജ് ഇൻസ്റ്റഗ്രാം ഫേസ്ബുക്ക് പേജ് ഓൾറെഡി സെലക്റ്റഡ് ആണ്, കാരണം അതിന്റെ സെയിം ഇൻസ്റ്റഗ്രാം പേജ് നമുക്ക് സെലക്ട് ചെയ്യാം. ക്രിയേറ്റ് ആഡ്, ഇവിടെ ഒന്നെങ്കിൽ പുതിയ ആഡ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം, അതല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് ആഡ് ഉപയോഗിക്കാം. സിംഗിൾ ഇമേജോ വീഡിയോ ഉപയോഗിക്കാം, അതല്ലെങ്കിൽ കറോസൽ ടൈപ്പ് സെലക്ട് ചെയ്യാം. കറോസൽ ടൈപ്പ് ആകുമ്പോൾ സൈഡിലേക്ക് ഇങ്ങനെ സ്വൈപ്പ് ചെയ്യുന്ന രീതിയിലുള്ള ഇമേജസ് ആക്കാരം. സ്ക്വയർ ഇമേജ് വേണ്ടി വരും അതിന്. പിന്നെ മൾട്ടിപ്പിൾ അഡ്വർടൈസിങ് ആഡ് ടിക്കറ്റ് കൊടുക്കുക. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക, മീഡിയ ആഡ് ചെയ്ത് കൊടുക്കുക. ഏതാണ് നമുക്ക് വേണ്ടത് മീഡിയ, ഇമേജ് ഏതാ വേണ്ടതെങ്കിൽ നമുക്ക് അത് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇമേജ് സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ ഫീഡിലേക്കുള്ളതും സ്റ്റോറി ഓർ റീൽസിലേക്കുള്ളതും സെർച്ചിലേക്കുള്ളതും 3 സൈസാ വരാം. 3 സൈസ് ആകുമ്പോൾ ഒറിജിനൽ സൈസ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഒറിജിനൽ ആയിട്ടുള്ള കാണിക്കും, 2 സൈഡ് കുറച്ച് ഫ്രീ സ്പേസ് ആയിട്ട് കട്ടായി പോകും, ഫ്രീ സ്പേസ് പോകും. നേരെ മറിച്ച് ഇത് ഓട്ടോമാറ്റിക് ചിലപ്പോൾ ഇതിൽ ഫിറ്റ് ആയി വരും. ഇങ്ങനെ വരുമ്പോൾ നമ്മളെ കണ്ടന്റ് എന്തെങ്കിലും കട്ടായി പോകും. ഇപ്പൊ കഴിഞ്ഞ ദിവസം മറ്റേ അൻവർക്കൊക്കെ ചെയ്തപ്പോൾ ഉണ്ടായിരുന്ന സംഭവം അതാണ്. അപ്പൊ ഇതിവിടെ ഒറിജിനൽ നിർബന്ധമായിട്ടും കൊടുക്കണം കേട്ടോ. അത് കൊടുത്തിട്ടില്ലെങ്കിൽ നമ്മുടെ ഇമേജിന്റെ ചില ഭാഗങ്ങൾ കട്ടായി പോകും. പിന്നെ ഇമേജ് ഒപ്റ്റിമൈസേഷൻ എന്ത് ചെയ്യുക, നമ്മൾ എനേബിൾ ചെയ്ത് കൊടുക്കാം. ഇമേജ് സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ ഒപ്റ്റിമൈസേഷൻ, ഇവിടെ ഒരു സംഭവമുണ്ട്, അഡ്വാൻറ്റേജ് പ്ലസ് ക്രിയേറ്റീവ് എന്ന് പറഞ്ഞ സംഭവമുണ്ട്. ഇത് നമ്മൾ കംപ്ലീറ്റ് ആക്കി കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഓൾ ഒപ്റ്റിമൈസേഷൻ എന്നുള്ള സംഭവമുണ്ട്, ഒരു ബട്ടൺ, അത് എനേബിൾ ചെയ്ത് കൊടുക്കണം. അത് എനേബിൾ ചെയ്ത് കഴിഞ്ഞാലാണ് ഡിഫറെന്റ് ടൈപ്പിൽ എന്ത് ചെയ്യും, നമ്മൾ ആഡ് ഓട്ടോമാറ്റിക് സൈസ് ഒക്കെ അലൈൻമെന്റ് ചെയ്ത് കാണിച്ചിട്ട് അവിടെ ഉണ്ടോ ഹെഡ്ലൈൻ ഒക്കെ ഓട്ടോമാറ്റിക് ഇങ്ങോട്ട് മാറിയിട്ട്, അതുപോലെ തന്നെ എന്താ ഇതൊക്കെ ഇവിടെ വാട്സപ്പിന്റെ ബട്ടണൊക്കെ വന്ന് ഒരു വീഡിയോ സ്റ്റോറി രൂപത്തിൽ മ്യൂസിക് ഒക്കെ ഇട്ട്, ബാക്ക്ഗ്രൗണ്ടിൽ മ്യൂസിക് ഒക്കെ ഇട്ടുകൊണ്ട് ഓട്ടോമാറ്റിക് സെറ്റ് ചെയ്ത് വരും. ഈ രീതി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ക്രിയേറ്റീവ്, അഡ്വാൻറ്റേജ് പ്ലസ് ക്രിയേറ്റീവ് കൊടുക്കുന്നത്. അത് ഫുൾ ഒപ്റ്റിമൈസേഷൻ ആക്കി കൊടുക്കട്ടോ. ദെൻ നമുക്ക് ഇവിടെ പ്രൈമറി ടെക്സ്റ്റ് നമ്മുടെ ഇതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് എന്തെങ്കിലും കൊടുക്കുക. മറ്റൊരു ഇമേജ് കൊടുക്കുക.
നമ്മളൊരു ഇമേജ് കൊടുത്തു, അത് ഒപ്റ്റിമൈസേഷൻ കൊടുത്തു. ഇനി ഇവിടെ അതിനെ കുറിച്ചുള്ള ഒരു കണ്ടന്റ്. ചിലപ്പോൾ നമുക്കിവിടെ സജഷൻ കാണിക്കും. നമ്മൾ ഇതിനു മുമ്പ് ക്യാമ്പയിൻ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് കുറച്ച് കണ്ടന്റ് കാര്യങ്ങൾ സജഷൻസ് ആയിട്ട് കാണിക്കും. അപ്പൊ നമുക്ക് ഒന്നിക്ക് അങ്ങനെ കൊടുക്കാം, അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ എന്ത് ചെയ്യാം, ഇവിടെ കണ്ടന്റ് കൊടുക്കുക. വെക്കേന് പ്രോഗ്രാം. നമ്മളിവിടെ കണ്ടന്റ് കൊടുത്തു, ദെൻ ഹെഡ്ലൈന് കൊടുത്തു. ഇവിടെ താഴെ ഡിസ്ക്രിപ്ഷൻ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഇവിടെ കൊടുക്കാം. ലിമിറ്റഡ് സീറ്റ്സ് അതേല് കൊടുക്കുക. ഇവിടെ ചാറ്റ് ബട്ടൺ ഉണ്ട്, വാട്സപ്പ് ഉണ്ട്. ഇനി വാട്സപ്പ് അല്ലെങ്കിൽ നമുക്ക് വേറെ ഏതെങ്കിലും നമ്മളെ വേറെ ഏതെങ്കിലും ചാറ്റ് ബോട്ടോ അങ്ങനെ എന്തെങ്കിലും നമുക്ക് ഉണ്ടെങ്കിൽ അതിലേക്ക് കൊണ്ടുപോകട്ടോ ട്രാഫിക്. അല്ലെങ്കിൽ വാട്സപ്പ് അല്ലെങ്കിൽ മെസ്സഞ്ചറോ ഏതും കൊടുക്കാം. അപ്പൊ ഈ രൂപത്തിൽ വന്നു. നിലവിൽ നമ്മൾ ട്രാഫിക് ക്യാമ്പയിൻ ചെയ്ത് അതേപോലെ തന്നെയാണ്. പക്ഷെ ഇവിടെ ട്രാഫിക്കിനെ കൊണ്ടുവരിക എന്നുള്ളതല്ല ഇവിടെ പർപ്പസ്. ഇവിടെ പർപ്പസ് വരുന്നത് ആളുകളെ എൻഗേജ് ചെയ്യിപ്പിക്കുക എന്നാ. എൻഗേജ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മുടെ വാട്സപ്പ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എൻഗേജ് ആയി, നമ്മുടെ പോസ്റ്റ് കണ്ടിരുന്ന എൻഗേജ് ആയി, വീഡിയോ കണ്ടിരുന്ന എൻഗേജ് ആയി, ഇതിലെ മെയിൻ വ്യത്യാസം ഇപ്പൊ എന്താണ് മാഷേ? ഇതിന്റെ വ്യത്യാസം ഇത്രേ ഉള്ളൂ. ഇവിടെ ഉദ്ദേശം എന്താ ഫേസ്ബുക്ക് പ്രൊമോട്ട് ചെയ്യുന്നത് ആളുകളെ ഏതെങ്കിലും തരത്തിൽ എൻഗേജ് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ്. അതായത് നമ്മള് ഇമേജിമേ ലൈക്ക് അടിക്കുക, കമന്റ് അടിക്കുക, ഷെയർ അടിക്കുക, ക്ലിക്ക് ചെയ്യുക, വീഡിയോ ആണെങ്കിൽ അത് വ്യൂ ചെയ്യുക. ഇത്രയും എന്ത് ചെയ്യണുള്ളൂ, ഫേസ്ബുക്ക് ഇവിടെ നമ്മളായിട്ട് കമ്മിറ്റ് ചെയ്യുന്നുള്ളൂ. അത് ഇതായിട്ട് ഇതാക്കണില്ല, ബിസിനസ് ആക്കി മാറ്റാനുള്ള എൻഗേജ് ചെയ്യിപ്പിക്കാന്നേ ഇവിടെ ഉള്ളൂ. ആ എൻഗേജ്മെന്റ് ചിലപ്പോ വാട്സപ്പ് ക്ലിക്ക് ചെയ്തിട്ട് വരുന്നതായിരിക്കാം, അങ്ങനെയും ഫസ്റ്റ് എടുക്കണ അതും അതന്നല്ലേ വരിക. അത് അവിടെ എന്താണ് എൻഗേജ് ചെയ്യിപ്പിക്കാൻ നമുക്ക് ഗ്യാരണ്ടി ഇല്ല, അവിടെ ആളുകൾക്ക് കാണിച്ചു കൊടുക്കാനുള്ള ഗ്യാരണ്ടി ഉള്ളൂ. അതുള്ള വ്യത്യാസം എന്താ അറിയോ, ഈ എൻഗേജ്മെന്റ് ക്യാമ്പയിൻ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് എവിടെ ബെനിഫിറ്റ് അറിയാം. ഇപ്പൊ നിങ്ങളൊരു വീഡിയോ ഇട്ടു, നിങ്ങള് ഫേസ്ബുക്കിൽ ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ ഇട്ടിട്ട് അത് ആൾക്കാർ ആരും കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി, എൻഗേജ്മെന്റ് ക്യാമ്പയിൻ ഇട്ട് കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർ കാണും ചെയ്യും. കാണുന്ന പുറമെ അതിന് കുറെ ലൈക്കും കമന്റും കാര്യങ്ങളും കിട്ടും. കാരണം ഈ ലൈക്കും കമന്റും കൊടുക്കുന്ന ആൾക്കാർക്കാണ് ഇവർ എന്ത് ചെയ്യുള്ളൂ, സജസ്റ്റ് ചെയ്യുള്ളൂ. കാരണം എൻഗേജ് ചെയ്യുന്ന ആൾക്കാർക്ക് സജസ്റ്റ് ചെയ്യുള്ളൂ. ഇന്ന് നിങ്ങൾ ബ്രാൻഡ് അവയർനെസ് ആണ് ഇട്ടതെങ്കിൽ എന്താ ഉണ്ടാവുക വെച്ചാല് ഒരുപാട് ആൾക്കാർ കാണും, എൻഗേജ്മെന്റിനേക്കാൾ കൂടുതൽ ആൾക്കാർ കാണും, പക്ഷെ നിങ്ങൾക്ക് ലൈക്കോ കമന്റോ ഒന്നും ഉണ്ടാവില്ല. ഇപ്പൊ ഡിഫറൻസ് മനസ്സിലായോ? അവയർനെസ് ഇതൊരു നിർബന്ധമായിട്ട് കാണിച്ചിരിക്കും. എങ്ങനെ എൻഗേജ്മെന്റ് നിർബന്ധമായിട്ട് നമ്മളെ കാണിച്ചിരിക്കും അല്ലെ? നിർബന്ധമായിട്ടും കാണിച്ചിരിക്കും. മറ്റേതായി കഴിഞ്ഞാൽ ജസ്റ്റ് സ്ക്രോൾ ചെയ്ത് പോയി കഴിഞ്ഞാലൊക്കെ റീച്ചിൽ കയറും, റീച്ച് ഇംപ്രഷൻ ആയിട്ട് കയറും. അപ്പൊ അവയർനെസ്സിലാവുമ്പോ നമുക്ക് 10,000 1 ലക്ഷമൊക്കെ റീച്ച് കൊടുക്കാൻ ഒരു പണിയില്ല. പക്ഷെ എൻഗേജ്മെന്റ് വളരെ കുറവാ. കാരണം എൻഗേജ്മെന്റ് ക്യാമ്പയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഓഡിയൻസ് കുറഞ്ഞ ആൾക്കാർക്ക് കാണിക്കുള്ളൂ. പക്ഷെ എന്ത് ചെയ്യും, നല്ല രീതിയിൽ ആ കാണിച്ച ആൾക്കാർക്ക് ലൈക്കോ കമന്റോ കാര്യങ്ങളോ കിട്ടും. ആൾക്കാർ എന്തായാലും നിർബന്ധമായിട്ട് കണ്ട് മനസ്സിലാക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. എൻഗേജ് പോസ്റ്റ് അങ്ങനത്തെ ടെൻഡൻസി ഉള്ള ആൾക്കാർക്ക് മനസ്സിലായോ? ഓക്കെ. അപ്പൊ നമ്മൾ എൻഗേജ് ചെയ്യുമ്പോ എന്ത് ചെയ്യുക, ഇവിടെ നമ്മളെ വാട്സപ്പ് ബട്ടൺ കൊടുക്കുക, വെബ്സൈറ്റിന്റെ ബട്ടൺ കൊടുക്കുക, കാൾ ബട്ടൺ കൊടുക്കുക, അതുപോലെ നമ്മുടെ പ്രൊഫൈലിന്റെ ബട്ടൺ കൊടുക്കുക, മൊബൈൽ ആപ്ലിക്കേഷന്റെ ബട്ടൺ കൊടുക്കുക. ഇതൊക്കെ ഏതും കൊടുക്കുക, അത് നമ്മളെ ഇഷ്ടമാണ്. അത് നമുക്ക് ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം. പക്ഷെ
അതൊന്നും എന്തല്ല അതിലേക്ക് കൺവേർട്ട് ആവും എന്നുള്ളത് ഗ്യാരണ്ടിയോ കാര്യങ്ങളൊന്നുമല്ല. നമ്മുടെ പോസ്റ്റ് എൻഗേജ് ആവുക എന്നുള്ളതാണ് ഇവിടെ ഗോള്. ഇപ്പൊ ഇതിന് മുമ്പ് നമ്മൾ ചെയ്ത ട്രാഫിക് ക്യാമ്പയിൻ ആണ്. ട്രാഫിക് ക്യാമ്പയിന്റെ ഗോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുത്ത കൺവേർഷൻ ലൊക്കേഷനിലേക്ക് ഒരാൾ ട്രാഫിക് അതിലൂടെ എന്ത് ചെയ്യുക, കടന്നു വരിക എന്നുള്ളതാണ്. ലാൻഡിംഗ് പേജ് ആയിക്കോട്ടെ, വെബ്സൈറ്റ് ആയിക്കോട്ടെ, വാട്സപ്പ് ആയിക്കോട്ടെ, ഒരാൾ കടന്നു വരിക എന്നുള്ളതാണ്. ഇവിടെ ആ കടന്നു വരിക എന്നുള്ളത് എന്തല്ല, ഇവിടെ കൺഫേംഡ് അല്ല. നമുക്ക് കൊടുക്കാം, അതിലൂടെ വരാം, വരാതിരിക്കാം. പിന്നെ ഈ ഓപ്ഷനും റിസർവേഷനും തമ്മിൽ വ്യത്യാസമുണ്ടോ? ഏത് എവിടെ ക്യാമ്പയിൻ ഡീറ്റെയിൽസിലെ ബൈങ് ടൈപ്പ് ഉണ്ടല്ലോ, 2 ടൈപ്പ് ഓപ്ഷനും റിസർവേഷനും. ഓപ്ഷൻ എവിടെ നിങ്ങൾ പറയേണ്ടത്? നമ്മൾ ഏത് ക്രിയേറ്റ് ചെയ്ത് വരുമ്പോഴേ കാറ്റഗറി സെലക്ട് ചെയ്യാതെ അടുത്ത ക്യാമ്പയിൻ ഡീറ്റെയിൽസ് എടുക്കുമ്പോൾ ബൈങ് ടൈപ്പ് ഉണ്ട്. അതിൽ ഓപ്ഷൻ റിസർവേഷൻ 2 ടൈപ്പാണ്. ഫസ്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ തന്നെ ഉണ്ടോ, ആ ക്യാമ്പയിൻ നെയിം കൊടുത്തു, അതവിടെ ഇതോ ആ ആ ആ ആ. ഇത് റിസർവേഷൻ എന്താ വെച്ചാലേ, എന്താ നമ്മള് ഒരു എന്താ ഫിക്സ്ഡ് എമൗണ്ട് എന്ത് ചെയ്യാ, ഫിക്സ് ചെയ്തിട്ട് നമ്മൾ ചെയ്യുന്നതിന് നമ്മൾ സാധാരണ റിസർവേഷന്റെ കാറ്റഗറി കൊടുക്കില്ല. ഇപ്പൊ ഉദാഹരണം പറയുകയാണെങ്കിൽ റിസർവേഷൻ വെക്കുകയാണെങ്കിൽ ഇപ്പോ എൻഗേജ്മെന്റ് ആണെങ്കിൽ നെക്സ്റ്റ് ഇവിടെ ബഡ്ജറ്റ് കണ്ടെങ്കിൽ ഇത് റിസർവേഷൻ കൊടുക്കണത് എന്തിനാ വെച്ചാലേ, നമ്മള് എന്താ ഇപ്പൊ നോർമൽ ക്യാമ്പയിനിൽ നമുക്ക് ഇഷ്ടമുള്ള ബഡ്ജറ്റ് ഇട്ട് നമുക്ക് സെറ്റ് ചെയ്യാം. നമുക്ക് ബഡ്ജറ്റ് ഇട്ടിട്ടേ എന്താ നോർമൽ ആക്ഷൻ, നമ്മൾ ബൈയിങ് ആക്ഷൻ ആണ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ശരിക്കും അവിടെ ബഡ്ജറ്റ് ഡൈനാമിക് ആണ്, ഡൈനാമിക് ബിഡിങ് ആണ് വരുന്നത്. റിസർവേഷൻ ആകുമ്പോൾ ബൈയിങ് ടൈപ്പ് ഫിക്സ്ഡ് കോസ്റ്റ് ആണ്. നമുക്ക് കൊടുക്കുന്ന ക്യാമ്പയിൻസിൽ ഇപ്പൊ നമുക്ക് ലീഡാണോ എന്താണെങ്കിലും അത് എന്ത് ചെയ്യും, ഫിക്സ്ഡ് കോസ്റ്റ് ആയിക്കാണ്ടായ കാരണം എന്ത് ചെയ്യുക, പരിഗണിക്കുക. അപ്പൊ നമുക്ക് ഇവിടെ ബഡ്ജറ്റ് ഇവിടെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാല് ഇപ്പോ ബഡ്ജറ്റ് റീച്ച്, ഇപ്പൊ ഇവിടെ നമുക്ക് കാണാൻ പറ്റും അതിന്റെ കോസ്റ്റ് പെർ എം എന്ന് പറഞ്ഞ CPM എന്ന് പറയുന്നത് കോസ്റ്റ് പെർ ഇംപ്രഷൻ ആണ്. അത് 1000 ഇംപ്രഷൻ ആയി കഴിഞ്ഞാലാണ് ഒരു ഇംപ്രഷൻ ആയിട്ട് വരിക. അപ്പൊ അതിന് 1000 ഇംപ്രഷന് വരുന്നത് 74 രൂപ 29 പൈസ ആയിരിക്കും. എസ്റ്റിമേറ്റഡ് ഓഡിയൻസിന്റെ സൈസ്, ഫ്രീക്വൻസി, സ്റ്റാർട്ടിംഗ് ഡേറ്റ്, ഇവിടെ ഇതിപ്പോ എൻഗേജ്മെന്റ് ആണ്. അപ്പൊ വീഡിയോ കറോസിൽ ഏതെങ്കിലും ടൈപ്പ് സെലക്ട് ചെയ്യുക. അതുപോലെ 360 വീഡിയോ, സ്റ്റോറി, ഇൻസ്റ്റന്റ്, പ്ലേസ്മെന്റ്, മാനുവല്, ഡ്യൂറേഷൻ, അതൊക്കെ പിന്നെ കോമൺ ആണ്. ഇതിലിപ്പോ നിങ്ങൾക്ക് വ്യത്യാസം വരുന്നതെന്ന് വെച്ചാല് ഡെലിവറി ചെയ്യുന്നത് ടാർഗറ്റ് ക്യാപ്പ് 1 വീക്ക്ലി വൺസ് അല്ലെങ്കിൽ വീക്ക്ലി നമുക്ക് എന്ത് ചെയ്യാം, ഇതിന്റെ വിഷയം എന്താ വെച്ചാലേ, ഇതിപ്പോ എന്താ വെച്ചാൽ നമ്മൾ കൊടുക്കുന്ന ക്യാമ്പയിന് ഇപ്പൊ സ്റ്റാർട്ടിംഗ് ഡേറ്റ് എൻഡിങ് ഡേറ്റ് ഓട്ടോമാറ്റിക് ആകാം. അപ്പൊ നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് കോസ്റ്റ് എന്ത് ചെയ്യാൻ പറ്റില്ല, പ്രിഡിക്ട് ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ ഇവിടെ ഫെബ്രുവരി 14 മുതൽ ഇപ്പൊ ഇന്ന് 14, ഇപ്പൊ 21 വരെയാണ്. അപ്പൊ ഇവിടെയുള്ള വിഷയം എന്താ വെച്ചാല് ഇവിടെ എന്താ പേയ്മെന്റ് ഫിക്സഡ് ആകാരം. അപ്പൊ നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് പേയ്മെന്റ് കൊടുക്കാൻ പറ്റില്ല. ഫേസ്ബുക്ക് പറയും ഇത്ര എമൗണ്ട് വേണമെന്ന്. ഇപ്പൊ ഇവര് പറഞ്ഞോ 16,885 റുപ്യ ആണോ. ഹലോ, മിനിമം എമൗണ്ട് 16,885 റുപ്യ ഉണ്ടായി കഴിഞ്ഞാലാണ് എന്തുള്ളൂ ഇത് ക്യാമ്പയിൻ ഓർഡർ കൊടുക്കാൻ. ഇത് ഫിക്സ്ഡ് കോസ്റ്റ് ആണ്, ഡൈനാമിക് അല്ല. നമ്മളെ ഇഷ്ടത്തിന് നമുക്ക് ചെയ്യാൻ പറ്റൂല. ഫേസ്ബുക്ക് നമ്മൾ ഡേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഏത് ക്യാമ്പയിൻ ആണെങ്കിൽ ആ ക്യാമ്പയിന് ഫേസ്ബുക്ക് പറയുന്ന ഡേറ്റ് എമൗണ്ട് ഉണ്ട്, അത് നമ്മൾ കൊടുക്കാൻ നമ്മൾ തയ്യാറാവണം. മിനിമം വരുന്ന 16,886 റുപ്യ കൊടുക്കണം.
എന്ത് അല്ല, എത്ര അതിന് റീച്ച് ചെയ്യുന്നത് കുറച്ച് കഴിഞ്ഞാൽ കുറയില്ലേ? എങ്ങനെ പോസ്റ്റ് CPM കുറക്ക്, CPM 40 ആ റീച്ച് 2 ലക്ഷം. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? ഉദാഹരണം പേജ് കണക്ട് ചെയ്ത് കാണിച്ചു തരാം. ഇതിപ്പോ കുറച്ച് മുമ്പ് വന്നൊരു പുതിയ ഓപ്ഷനാണ് ഇത്. പക്ഷെ ഇത് നമ്മൾ ഇത് നമ്മളെ നിയന്ത്രണത്തിലല്ല ഇതിന്റെ കോസ്റ്റും നമ്മളിപ്പോ കാര്യങ്ങളും. സെലക്ട് ചെയ്യുന്ന കുറെ പേജുകളാ, ഇത് പേജ്, ഇത് നമുക്ക് വേണ്ട ഏതാ പേജാണ്, ഫേസ്ബുക്കിൽ ഏത് അതൊക്കെ ഓരോ പേജ്. ടീമിലാണോ? ഇതൊക്കെ ഓരോ ക്ലയന്റിന്റെ. നിങ്ങൾക്ക് എത്ര പേജ് ഉണ്ടായി കാണിക്കും. അപ്പൊ ഇനി പേജ് മാറ്റുമ്പോൾ അതായത് സ്വാഭാവികം. നിങ്ങൾ ആഡ് ചെയ്യുന്ന പേജുകളാ? ഞാൻ ക്രിയേറ്റ് ചെയ്ത പേജാണ് ഓരോ ക്ലയന്റിന് വേണ്ടിയിട്ട്. അപ്പൊ അത് സെലക്ട് ചെയ്തതാ. ഇവിടെ നമുക്ക് ബഡ്ജറ്റ് ഫിക്സ് ചെയ്യാം, അതുപോലെ എന്ത് ചെയ്യാം, റീച്ചും ഫിക്സ് ചെയ്യാൻ പറ്റും. നമുക്ക് എത്ര റീച്ച് കൊടുക്കണം എന്നുള്ളത് ഇവിടെ ഫിക്സ് ചെയ്യാം. അപ്പൊ ആ റീച്ചിനുള്ള എമൗണ്ട് ഇവിടെ കാണിക്കും. ആ ബഡ്ജറ്റ് നമ്മൾ കൊടുക്കാൻ തയ്യാറാണോ? 5, 10, 100, 1000, 15 ലക്ഷം, 2 ലക്ഷം റീച്ച്, 19,498 ഉറുപ്പ്യ ബഡ്ജറ്റ് വരും. അതിന്റെ ഒരു ഗ്രാഫാണ് ഇവിടെ കാണിക്കുന്നത്. അതിന്റെ ഫ്രീക്വൻസി, അതായത് എത്ര ആൾക്കാരെ എങ്ങനെയൊക്കെ കാണിക്കും. ഇത് എഫക്റ്റീവായ സാധനമാണ്. പക്ഷെ എന്താ ഇതിന്റെ പ്രശ്നം എന്ന് വെച്ചാല്, ഇതിന് നല്ലൊരു എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യണം, കൊടുക്കണം. എമൗണ്ട് നമ്മളെ രീതിക്ക് അനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, മാറ്റാനൊന്നും പറ്റില്ല. കാരണം എമൗണ്ട് ഫേസ്ബുക്ക് പറയും. ഒന്നുകിൽ നമുക്ക് റീച്ച് ഇത്ര വേണമെന്ന് ഫിക്സ് ചെയ്യാം, അല്ലെങ്കിൽ ബഡ്ജറ്റ് ഇത്ര വേണമെന്ന് ഫേസ്ബുക്ക് പറയും, അല്ലെങ്കിൽ റീച്ച് ഇത്ര വേണമെന്ന് ഫേസ്ബുക്ക് പറയും. അത് നമ്മൾ കൊടുക്കുക. അതിൽ നമുക്ക് ഡൈനാമിക് അല്ല, നമുക്ക് മാറ്റങ്ങളോ കാര്യങ്ങളോ വരുത്താൻ പറ്റില്ല. ഇവിടെ പ്ലേസ്മെന്റ് കാര്യങ്ങളൊക്കെ മറ്റേ പോലെ തന്നെയാണ്. ഓട്ടോമാറ്റിക്, അതുപോലെ മാനുവലും കാര്യങ്ങളൊക്കെയാണ്. അതിലൊന്നും മാറ്റമില്ല. പിന്നെ ഇവിടെ നമുക്ക് എന്ത് വരുന്നുണ്ട്, എത്ര ടൈം, ഒരു ദിവസം എത്ര ടൈം ഇവരെ കാണിച്ചു കൊടുക്കണം എന്നുള്ള സാധനം വരുന്നുണ്ട്. എൻഗേജ്മെന്റ് ക്യാമ്പയിനിൽ പെർഫോമൻസ് ഷെഡ്യൂളിംഗ് വരുന്നുണ്ട്, സ്റ്റാൻഡേർഡ് സീക്വൻസ് ആയിട്ടും. മറ്റേനെ പോലെ നമുക്ക് ആഡ് സെറ്റും ആയിക്കാണ്ട് കൂടുതൽ ഓപ്ഷൻ ആയിട്ട് ഇവിടെ ഉണ്ടാവില്ല. ഉള്ളത് എന്താ കാരണം, ഫസ്റ്റ് ഒരു കാറ്റഗറി, പിന്നെ വരുന്ന കാറ്റഗറി ഈ രൂപത്തിലേക്കാണ്. ഇതിന് വിഷയം ഇത്രേ ഉള്ളൂ. ഇതിന്റെ മെയിൻ സംഭവം വരുന്നത് ഇത്രേ ഉള്ളൂ. ഒന്നെങ്കിൽ റീച്ച് എന്ത് ചെയ്യുക, നമുക്ക് ഫിക്സഡ് ആക്കി സെറ്റ് ചെയ്യുക, അതല്ലെങ്കിൽ ബഡ്ജറ്റ് നമുക്ക് എന്ത് ചെയ്യുക, ഫിക്സ് ആയിട്ട് സെറ്റ് ചെയ്യുക. അപ്പൊ ഓരോ ഫേസ്ബുക്ക് അപ്രോക്സിമേറ്റ്ലി കാൽക്കുലേറ്റ് ചെയ്താണ് ബഡ്ജറ്റ് പറയും. ആ ബഡ്ജറ്റ് നമ്മൾ കൊടുക്കുക. റിസർവ് ആൻഡ് അപ്ലോഡ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ആക്സെപ്റ്റ്. അപ്പൊ ആ ബഡ്ജറ്റില് എന്താ, ഇപ്പൊ നമുക്ക് എത്ര റീച്ച്, ഇത് എന്തിനാ ഉപയോഗിക്കേണ്ടത് വെച്ചാലേ, ഇപ്പൊ നമ്മൾ ഒരു ലൊക്കേഷൻ ടാർഗറ്റ് ചെയ്ത് കാരണം നമ്മൾ ക്യാമ്പയിൻ ചെയ്യുമ്പോൾ ഇത് നമ്മൾ റിസർവ് ചെയ്ത് വെച്ച് കഴിഞ്ഞാല് നമുക്ക് ആ ഏരിയയിൽ ഇപ്പൊ 2 ലക്ഷം റീച്ച് ആണെങ്കിൽ ആ 2 ലക്ഷം റീച്ച് നമുക്ക് അവിടെ കിട്ടും. നമുക്ക് റിസർവ് ചെയ്ത് വെക്കാൻ പറ്റും. അത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ആ 2 ലക്ഷം റീച്ച് നമുക്ക് അവിടെ എപ്പോഴും കൊടുക്കാൻ പറ്റും. അപ്പൊ നമുക്ക് ഏതൊക്കെ ക്യാമ്പയിൻസ് ആണെങ്കിൽ എന്ത് ചെയ്യാ, അതിൽ ഇൻക്ലൂഡ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ചെയ്തത് ഓട്ടോമാറ്റിക് സേവ്, ക്രിയേറ്റീവ് പേഴ്സൺ, സ്ട്രീം എഡിറ്റ്, മാർക്കറ്റിംഗ്. മാർക്കറ്റിംഗ് പേഴ്സൺ ഇതേപോലെ റിസർച്ചില് എൻഗേജ്മെന്റും ഉണ്ട്, അതുപോലെ അവയർനെസ്സും ഉണ്ട്. അവയർനെസ്സും എൻഗേജ്മെന്റും ആണ് അതിൽ മെയിൻ ആയിട്ട് വരുന്നത്. അവയർനെസ് കൊടുത്തു. അവയർനെസ് ആണെങ്കിൽ പേജ് സെലക്ട് ചെയ്ത് കൊടുത്തു. ഓഡിയൻസും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുക മറ്റേ പോലെ തന്നെയാണ്. എൻഡ് ഡേറ്റും സ്റ്റാർട്ടിങ് ഡേറ്റും നമ്മൾ കൊടുത്തു. മാനുവൽ പ്ലേസ്മെന്റ്, ലൈവ് സ്ട്രീമിംഗ് അതുപോലെ മാക്സിമം റീച്ച് ഓഫ് ആഡ്, അതുപോലെ മാക്സിമം റീകോൾ ലിഫ്റ്റ്, 2 ഓപ്ഷൻസ് ഇതിൽ വരുന്നുണ്ട്.
അതുപോലെ ത്രൂ പ്ലേയും വരുന്നുണ്ട്, റീച്ചും ഉണ്ട്, റീകോൾ ലിഫ്റ്റും ഉണ്ട്. ക്യാമ്പയിൻസ് ഇവിടെ നമുക്ക് ന്യൂട്രീഷൻ എൻഗേജ്മെന്റ് ക്യാമ്പയിൻ ഫിക്സ്. അപ്പോഴേ ആ നമുക്ക് എന്താ റിസർവേഷൻ സെറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിലേ, ഇപ്പൊ ഒരു 19,000 20,000 നമ്മളെ ഇത്ര ഓഡിയൻസ് അല്ലെങ്കിൽ ഇത്ര ബഡ്ജറ്റിൽ നമ്മൾ ഒരു റിസർവേഷൻ സെറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ അതിലൊരു ക്യാമ്പയിനും അതിന്റെ ഒരു ആഡ് സെറ്റും ഉണ്ടാവും. അത് നമ്മൾ പറഞ്ഞ ലൊക്കേഷനിൽ നമുക്ക് വേണ്ട ഓഡിയൻസിനെ ഓട്ടോമാറ്റിക് എങ്ങനെ പ്ലേസ്മെന്റ് ആക്കിയിട്ട് നമുക്ക് സെറ്റ് ചെയ്യാം. പക്ഷെ അവിടെ നമ്മൾ കൊടുക്കുന്ന ഡേറ്റിനനുസരിച്ച് ഏരിയക്ക് അനുസരിച്ച് ഫേസ്ബുക്ക് ഒരു ബഡ്ജറ്റ് പറയും, അതൊരു ഫിക്സ്ഡ് കോസ്റ്റ് ആകാരം. അതല്ലെങ്കിൽ ഫേസ്ബുക്കിന്റെ ഒരു ഫിക്സ്ഡ് റീച്ച് പറയും, ഇത്ര ലക്ഷം റീച്ച് വേണമെന്ന്. അപ്പൊ അത് നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റില്ല, അത് നമ്മൾ ഫിക്സ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പൊ അതിന്റെ അങ്ങനെ സെറ്റ് ചെയ്ത് റിസർവ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ അടിയിൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ ചെയ്ത ഒരു 4 ക്യാമ്പയിൻ ഉണ്ടെങ്കിൽ ആ 4 ക്യാമ്പയിൻ അതിൽ സെലക്ട് ചെയ്ത് കൊടുക്കാം. അപ്പൊ ആ റിസർവേഷന്റെ ഉള്ളിലായിരിക്കും എന്ത് ചെയ്യുക, ആ ക്യാമ്പയിൻ ഓടുക. അപ്പൊ അതിൽ നമ്മൾ ബഡ്ജറ്റ് ഉള്ളത് 20,000 ആണെങ്കിൽ ആ 20,000 ബഡ്ജറ്റ് വരെ എന്ത് ചെയ്യണ ആ ക്യാമ്പയിൻ ഓടണുണ്ട്. കിട്ടിയപ്പോ മനസ്സിലായോ? ഇപ്പൊ ഇതാണ് ഇപ്പൊ നമ്മള് ചെയ്ത എന്താ റിസർവേഷനിൽ ഇപ്പൊ നമ്മൾ മറ്റിനെ പോലെ തന്നെ ഇവിടെ റീച്ചിനും അവയർനെസ്സിനും ആണ് റിസർവേഷൻ കൊടുക്കാൻ പറ്റുക. ഓക്കെ അല്ലേ? റീച്ചിനും എൻഗേജ്മെന്റിന് റീച്ചിനല്ലേ, അവയർനെസ്സിനും എൻഗേജ്മെന്റിനും ആണ് നമുക്ക് റിസർവേഷൻ ക്യാമ്പയിൻ കൊടുക്കാൻ പറ്റുക. അതിൽ നമുക്ക് ഇവിടെ ബഡ്ജറ്റ് റിസർവ് ചെയ്യാം, അതല്ലെങ്കിൽ റീച്ച് റിസർവ് ചെയ്യാം, എത്ര ആൾക്കാരെ കാണണം എന്ന് റിസർവ് ചെയ്യാം, അല്ലെങ്കിൽ ബഡ്ജറ്റ് റിസർവ് ചെയ്യാം. 2 ഓപ്ഷനാണ്. അത് ഏത് പേജിനാണ് അത് വേണ്ടത് എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അത് എന്ന് മുതൽ എന്ന് വരെ ഡേറ്റ് കൊടുക്കുക, അതിന്റെ ലൊക്കേഷന് അതുപോലെ തന്നെ ഏജും കൊടുക്കുക, ഓഡിയൻസിനെ നമ്മൾ സെറ്റ് ചെയ്യുക. പിന്നെ ആഡിന്റെ ഫോർമാറ്റ് ഉണ്ട്. ഇതിപ്പോ എൻഗേജ്മെന്റ് ആയതുകൊണ്ട് തന്നെ വിത്ത് കറോസൽ ടൈപ്പ് വീഡിയോ, 360 വീഡിയോ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ടൈപ്പ് വീഡിയോസ് ഉണ്ട്. സ്റ്റോറി, കറോസല്, ഇൻസ്റ്റന്റ് എക്സ്പീരിയൻസ്, ഇതൊക്കെ നമ്മളെ വീഡിയോസ് പല രീതിയിൽ കാണിക്കുന്ന ആഡ്സ് ആണ് കേട്ടോ. അപ്പൊ ഇതിൽ ഏത് ആഡ് ഫോർമാറ്റ് ആണ് നമുക്ക് വേണ്ടതെങ്കിൽ അത് ടിക്കറ്റ് കൊടുക്കുക. അത് ടിക്കറ്റ് കൊടുത്ത് പിന്നെ മാനുവലും ഉണ്ട്, പ്ലേസ്മെന്റ് മാനുവലും ഉണ്ട്, അഡ്വാൻറ്റേജും ഉണ്ട്. അത് നമുക്ക് ഏതാ വേണ്ടത് അത് കൊടുക്കാം. അത് കൊടുത്തു കഴിഞ്ഞാല് പിന്നെ മറ്റേ ഇതുണ്ടല്ലോ ഇൻവെന്ററി ടൈപ്പ്, എക്സ്പാൻഡ്, മോഡറേറ്റ് ഇൻവെന്ററി, ലിമിറ്റഡ്, ഇതൊക്കെ മറ്റിലുള്ള സെയിം സാധനമാണ്. അത് നമുക്ക് ഏതാ കൊടുക്കുക, അത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒപ്റ്റിമൈസേഷൻ, ഡെലിവറി, മാക്സിമം റീച്ച് ആണോ മാക്സിമം റീകോൾ ലിഫ്റ്റ് ആണോ. മാക്സിമം റീച്ച് പറഞ്ഞാൽ മാക്സിമം ഓരോ വ്യക്തികളെ വെച്ച് കാണിക്കും. മാക്സിമം റീകോൾ ലിഫ്റ്റ് പറഞ്ഞാൽ മാക്സിമം ആളുകളെ മൈൻഡിൽ ബ്രാൻഡ് ആക്കി മാറ്റുക എന്നുള്ളതാണ്. പിന്നെ മാക്സിമം ട്രൂ പ്ലേ ഉണ്ട്, മാക്സിമം ആളുകൾക്ക് എന്ത് ചെയ്യുക, 15 സെക്കൻഡിന്റെ ഉള്ളിൽ നമ്മളെ വീഡിയോസ് കാണിച്ചു കൊടുക്കുക. അപ്പൊ അത് നമുക്ക് ഏതാണ് നമ്മൾ ഇവിടെ പെർഫോമൻസ് ഗോൾ വേണമെങ്കിൽ കൊടുക്കാം. അതുപോലെ തന്നെ ഇവിടെ പിന്നെ ഇംപ്രഷൻ ആണ് വരുന്നത്, ബിഡ് സ്ട്രാറ്റജി ഓട്ടോമാറ്റിക്കലി ആണ്. അതായത് നമ്മളവിടെ ബിഡ് ചെയ്തില്ലേ, ഇപ്പൊ സാധാരണ ക്യാമ്പയിനിൽ നമ്മൾ ബിഡ് ചെയ്യും, മനസ്സിലായില്ല? ഇവിടെ ബിഡ് ചെയ്യാൻ പറ്റില്ല, ഇവിടെ ഓട്ടോമാറ്റിക് ഫേസ്ബുക്ക് ആണ് ബിഡ് ചെയ്യുക. അതിന്റെ ഡിഫറൻസ് മനസ്സിലായോ? മാർക്കറ്റിന്റെ തോത് അനുസരിച്ച് മറ്റൊരു ടീം ക്യാമ്പയിൻ ചെയ്യുന്നതനുസരിച്ച് നമ്മളത് ബിഡിങ്ങൾക്ക് എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക് പോവും, ഫേസ്ബുക്ക് ബിഡ് ചെയ്യുന്നതുകൊണ്ട്. മറ്റേത് നമ്മളാണ് എന്ത് ചെയ്യുക, ബിഡ് ചെയ്യണമെങ്കിൽ നമുക്ക് ബിഡ് ചെയ്യാം, ഒരു ക്ലിക്കിന് അല്ലെങ്കിൽ ഒരു വ്യൂവിന് ഇത്ര രൂപ കൊടുക്കാൻ നമ്മൾ പറയുന്നില്ലല്ലോ. ഇവിടെ നമുക്ക് ബിഡ് ചെയ്യാനുള്ള അവസരമില്ല, ഓട്ടോമാറ്റിക് ആയിട്ട് എന്ത് ചെയ്യും, യുവർ കോസ്റ്റ് ഈസ് ഫിക്സ്ഡ്, വിൽ ബിഡ് ഓതന്റിക്കേഷൻ ഓപ്ഷൻ ഓൺ യുവേഴ്സ്. അപ്പൊ ഇവിടെ ഓട്ടോമാറ്റിക് എന്ത് ചെയ്യണേ, ഫിക്സ്ഡ് ആണ് ബഡ്ജറ്റ്. അപ്പോ
ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ ഓഡിയൻസിനനുസരിച്ച് ഇവിടെ ഫേസ്ബുക്ക് പറയും ഇത്ര ബഡ്ജറ്റ് വേണം. അപ്പൊ ആ ബഡ്ജറ്റ് ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റിസർവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മളെ ടാർഗറ്റഡ് ഓഡിയൻസിൽ ഇപ്പൊ 2 ലക്ഷം അല്ലെങ്കിൽ എന്താ ഇത്ര ബഡ്ജറ്റ് ഇടുമ്പോ, ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പൊ ഈ 19,000 സംതിങ് ചെയ്യുമ്പോ 100, 1000, 13 ലക്ഷം 13 ലക്ഷം അല്ലേ, 14,000. 13 ലക്ഷം റീച്ച് എന്ത് ചെയ്യും, നമുക്ക് ഇവിടെ റിസർവ് ചെയ്ത് കിടക്കും. റിസർവ് ചെയ്ത് കിടക്കുക എന്ന് പറഞ്ഞാൽ നമ്മളാ ടാർഗറ്റ് ചെയ്ത ഓഡിയൻസിൽ അവിടെ 13 ലക്ഷം റീച്ച് നമുക്ക് അവിടെ കിടക്കുന്നുണ്ട്. അത് നമുക്ക് എന്ത് ചെയ്യാ, നമ്മൾ ഏത് ക്യാമ്പയിൻ ആണോ ഇതിനായിട്ട് കണക്ട് ആക്കുന്നത് ആ ക്യാമ്പയിനിൽ ആ റിസർവ് ചെയ്ത ഓഡിയൻസിനെ സപ്ലൈ ചെയ്യും. കിട്ടിയോ? മനസ്സിലായി. അപ്പൊ അത് എങ്ങനെ ഫ്രീക്വന്റ്ലി ഗ്യാപ്പ് ഇപ്പോ ദിവസം 7 ദിവസത്തില് ഒരു പ്രാവശ്യം എത്ര പ്രാവശ്യം ഇങ്ങനെ കാണിക്കേണ്ടത് നമുക്ക് എന്ത് ചെയ്യാ, കൊടുക്കാൻ പറ്റും. ഇപ്പൊ 3 പ്രാവശ്യം വെച്ചിട്ട് 7 ഡേയ്സ്, ഒരാഴ്ചയിൽ 3 പ്രാവശ്യം വെച്ച് കാണിക്കാം. ടാർഗറ്റ് ഞാൻ അങ്ങനെ അത് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കാണിക്കും റീച്ച് അപ്രോക്സിമേറ്റ്ലി എത്ര വരുമെന്ന്. അതായത് ഇവിടെ 100, 1000, 14 ലക്ഷം, 4,79,791 ആളുകൾക്ക് കാണിക്കുള്ളൂ. പക്ഷെ ഓരോ ആളുകൾക്കും എന്ത് ചെയ്യും, ആഴ്ചയിൽ 3 പ്രാവശ്യം വെച്ച് കാണിക്കും. ടോട്ടൽ എസ്റ്റിമേറ്റഡ് ഓഡിയൻസ് എന്ന് 21 മില്യൺ മുതൽ 28 മില്യൺ വരെയാണ്. കോസ്റ്റ് പെർ ഇംപ്രഷൻ വരുന്നത് 13 രൂപ 77 പൈസയാണ്. ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ 2.96, ഏകദേശം 3 ഫ്രീക്വൻസി ആണ്. അത് 3 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് കാണിക്കുക എന്നുള്ളതാണ്. അപ്പൊ അതിന്റെ കാൽക്കുലേഷനും കാര്യങ്ങളാണ്. ഫ്രീക്വൻസി ഇവിടെ കാണാം. പിന്നെ ഇതിൽ വരുന്ന ഇവിടെ സ്പെൻഡിങ് പെർ ഡേ അപ്രോക്സിമേറ്റ്ലി ഒരു ദിവസം സ്പെൻഡ് ചെയ്യേണ്ടത് 4,000 രൂപ വെച്ചുകൊണ്ട് എന്ത് ചെയ്യും, ഒരു ദിവസം 4,000 രൂപന്റെ അടുത്ത് സ്പെൻഡ് ആവും നമ്മൾ ഈ ഒരു കാൽക്കുലേഷന് പോകുമ്പോൾ. എന്താ അതിന്റെ പ്ലേസ്മെന്റ് ഡിസ്ട്രിബ്യൂഷൻ വരുന്നത് മൊബൈലില്, ഡെസ്ക്ടോപ്പ്, ഏറ്റവും കൂടുതൽ മൊബൈലിൽ തന്നെയാണ്, പിന്നെ ഡെസ്ക്ടോപ്പ് ആയിരിക്കും. അപ്പൊ ഇങ്ങനെ നമുക്ക് നമ്മളെ ഓഡിയൻസിനെ സെറ്റ് ആക്കി നമുക്ക് ഇവിടെ റിസർവ് ചെയ്ത് വെക്കാൻ പറ്റും. റിസർവ് ചെയ്ത് വെച്ചാല് യു നീഡ് റിസർവ് ദീസ് ആഡ് സെറ്റപ്പ് ഫ്രം ഓർഡർ. അത് നമ്മുടെ ഓർഡർ ആവും ടു ഗെറ്റ് ഫിക്സ്ഡ് CPM പ്രിഡിക്റ്റബിൾ റിസർവേഷൻ. ഇവിടെ നമുക്ക് റിസർവ് ആഡ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പൊ ഇവിടെ ക്യാമ്പയിനും ആഡ് സെറ്റും ആണ് നമ്മൾ ചെയ്തത്. ഇനി ആഡ് എന്ത് ചെയ്യണം, സെലക്ട് ചെയ്യണം. ഇതുവരെ മനസ്സിലായോ? ഓക്കെ. ആഡ് നമ്മൾ ഈ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പൊ ആഡ് റിസർവ് ചെയ്യാനാണ് അവിടെ കൊടുക്കേണ്ടത്. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ക്യാമ്പയിനത്തെ എല്ലാ ആഡ്സും ഇവിടെ കാണിക്കും, ലിസ്റ്റ് ചെയ്ത് കാണിക്കും. ഇവിടെ അപ്ലോഡ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതാണിപ്പോ നമ്മുടെ ക്യാമ്പയിനത്തെ എല്ലാ ആഡും ഉണ്ട് ഇവിടെ. ഇതിൽ നമുക്ക് ഏത് ആഡാണ് നമുക്ക് വേണ്ടതെങ്കിൽ എന്ത് ചെയ്യാം, ആ ആഡ് മാത്രം സെലക്ട് ചെയ്യാം. ഇതിപ്പോ ആഡ് സെറ്റ് ക്യാമ്പയിൻ ഉണ്ടാവില്ല, ആഡ് മാത്രമാണ്. ഇപ്പൊ ആഡ് മാത്രം സെലക്ട് ചെയ്യുക. ഇതിനിപ്പോ ഓൾറെഡി ഒരു എറർ ഉണ്ടായതുകൊണ്ടാണ് ഇപ്പൊ എന്ത് ചെയ്യുന്നത് ഇവിടെ കാണിക്കുന്നത് കേട്ടോ. അങ്ങനെ ഇപ്പൊ നമുക്ക് എറർ ഉണ്ട്, എറർ ഇല്ലാത്ത ഒന്ന് സെറ്റ് ചെയ്യാം. We have 3 ads with our item are not able to fix. Please fix before you click. ഈ ആഡ് നമ്മൾ ഫുൾ ആക്കാതെ നമ്മൾ സേവ് ചെയ്തുകൊണ്ടാണ് അങ്ങനെ എറർ വരുന്നുണ്ട്. കാണിച്ചു തരാനാകുമ്പോഴേ നമ്മൾ ഫിനിഷ് ചെയ്യാതെ ക്ലോസ് ചെയ്യുന്നതുകൊണ്ടാണ്. അപ്പൊ ഇത് എറർ ഉണ്ടായതുകൊണ്ടാണ് ഇവിടെ സെലക്ട് ചെയ്യാൻ പറ്റാത്തത്. നമുക്ക് നമുക്ക് വേണ്ട 1-2 ആഡ് നമ്മൾ എന്ത് ചെയ്യുക, സെലക്ട് ചെയ്താല് സമയത്തൊക്കെയാണ് ഫിക്സ് ദ എറർ ബിഫോർ ഓപ്പറേഷൻ. ഇപ്പൊ 2 ആഡ് എന്ത് ചെയ്തു, ഞാൻ സെലക്ട് ചെയ്തുകൊണ്ട് ഇതിൽ അപ്ലോഡ് ചെയ്ത് കൊടുത്തു. അപ്പൊ അതിപ്പോ എറർ ഉണ്ട് ഓൾറെഡി, അതുകൊണ്ട് അത് സമ്മതിച്ചുകൊണ്ട് കൊടുത്താണ്. അപ്പൊ എന്ത് ചെയ്യും, ഈ പറഞ്ഞ കണ്ടീഷൻ അനുസരിച്ച് എന്ത് ചെയ്യും, ആ 2 ആഡ് ഉണ്ടല്ലോ, ആ 2 ആഡ് ഇതിന് കണക്ട് ആയിട്ട് ഓടും. അതാണ് ഇപ്പൊ ഇതിൽ സംഭവിക്കുക. അപ്പൊ ഇതാണ് എന്ത് ആഡ് സെറ്റ് ചെയ്യുന്നത്. അപ്പൊ എറർ ഉണ്ടായതുകൊണ്ടാണ് ഇപ്പൊ ഇവിടെ എന്ത് ചെയ്യാത്തത്, ആഡ് കയറാത്തിട്ടോ. ഇപ്പൊ ഒരു ഐഡിയ കിട്ടിയ സംഭവം. ഇത് സാധാരണഗതിയിൽ നമ്മളത് സാധാരണ ചെയ്യലില്ല. അതിന്റെ റീസൺ ഇപ്പൊ എന്താ വെച്ചാൽ ഇതിന്റെ പേയ്മെന്റ് ആണ്. ഒരു ദിവസം 4,000, 5,000 ഒക്കെ വെച്ചാണ് എന്ത് ചെയ്യേണ്ടി വരും, നമ്മൾ പൈസ കൊടുക്കാൻ തയ്യാറാണോ.
നല്ല നല്ല ബഡ്ജറ്റ് വരും. ഉം, ഏഹ് ഉം. അപ്പൊ എന്താ വെച്ചാല് ഇതിന്റെ കറക്റ്റ് ഒരു സ്ട്രാറ്റജി ഫേസ്ബുക്ക് തന്നെ എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കലി സെറ്റ് ചെയ്യാണ്. ഇത്ര ആളുകളെ ഇവിടെ കാണിക്കും. അപ്പൊ ആ ആളുകൾ എന്തായാലും നമുക്ക് കാണിച്ചു തരും. അത് റിസർവ് ചെയ്ത് വെക്കാണ്. നമ്മൾ ടിക്കറ്റ് ഒക്കെ റിസർവ് ചെയ്ത് വെക്കുന്ന പോലെ നമ്മൾ കൊടുക്കുന്ന ലൊക്കേഷനിൽ നമുക്ക് ഓഡിയൻസിനെ റിസർവ് ചെയ്ത് വെക്കാം. അല്ലെങ്കിൽ അവിടെ ഇത്ര ബഡ്ജറ്റിന്റെ എമൗണ്ട് നമുക്ക് ബഡ്ജറ്റ് വെച്ച് റിസർവ് ചെയ്യാം. ബഡ്ജറ്റ് ചെയ്യുമ്പോൾ ഇത്ര റീച്ച് അവിടെ ഉണ്ടാവും എന്നുള്ളത് റിസർവ് ചെയ്യാൻ പറ്റും. കിട്ടിയോ? ഓക്കെ. ഓക്കെ. അപ്പൊ അതാണ് നമ്മുടെ റിസർവേഷൻ എന്ന് പറഞ്ഞ സംഭവം വേണ്ടത്. ഇത് ആദ്യം വരുന്നത് ഇതുകൂടെ അടുത്ത കാലത്ത് ഒന്നാണ്. നമ്മൾ സാധാരണ അത് ഇതുവരെ ഉപയോഗിച്ച് ക്യാമ്പയിൻ ചെയ്തിട്ടില്ല. കാരണം അതിന്റെ റീസൺ ഇതാണ്. ഒന്നാമത് വലിയൊരു എമൗണ്ട് ആണ് എന്ത് ചെയ്യുക, അതിന് സ്പെൻഡ് ചെയ്യേണ്ടി വരിക എന്നുള്ളതുകൊണ്ട്. ഓക്കെ. പിന്നെ ഇനി വരുന്നത് ബാക്കിയുള്ളതൊക്കെ എന്താണ്, സെയിം ആയിട്ട് വരുന്ന സംഭവങ്ങളാണ് എൻഗേജ്മെന്റിൽ. ഇവിടെ നമുക്ക് ഏതാണെങ്കിൽ കൊടുക്കുക, വെബ്സൈറ്റ്, ആപ്പ് ഇതൊക്കെ കൊടുക്കുക, ബാക്കിയൊക്കെ സെയിം ആണ്. ഇത് ഓൾറെഡി ഇപ്പൊ നിങ്ങൾക്ക് അറിയുന്ന സംഭവം തന്നെ. കാരണം അതിലിപ്പോ എന്താ, കാളാവുമ്പോ കാളിന്റെ ബട്ടൺ നമ്പർ കൊടുക്കണമെങ്കിൽ വാട്സപ്പ് മെസ്സേജ് ഒക്കെ ആണെങ്കിൽ വാട്സപ്പ് മെസ്സഞ്ചർ കൊടുക്കുക. അതല്ലെങ്കിൽ പിന്നെ വെബ്സൈറ്റ് ആണെങ്കിൽ വെബ്സൈറ്റിന്റെ ലിങ്ക് കൊടുക്കുക. മൊബൈൽ ആപ്ലിക്കേഷൻ ആകുമ്പോൾ എന്ത് ചെയ്യുക, ഇവിടെ ഏതാണ് മൊബൈൽ ആപ്ലിക്കേഷൻ എന്നുള്ളത് എന്ത് ചെയ്യുക, ഇവിടെ നമ്മൾ കൊടുക്കുക. പ്ലേ സ്റ്റോർ ഉണ്ടാവും, പ്ലേ സ്റ്റോർ ഉണ്ടാവും, ആപ്പ് സ്റ്റോർ ഒക്കെ ഉണ്ടാവും. അപ്പൊ ഇതിൽ പ്ലേ സ്റ്റോർ ആണെങ്കിൽ പ്ലേ സ്റ്റോർ നമ്മൾ എന്ത് ചെയ്യുക, ഒന്നെങ്കിൽ നമ്മുടെ ആപ്പിന്റെ പേരോ അതല്ലെങ്കിൽ എന്താ അതിന്റെ ലിങ്കോ നമുക്ക് എന്ത് ചെയ്യാം, കൊടുക്കാം. പക്ഷെ അവിടെ പ്രശ്നം എന്താ വെച്ചാല് നമ്മളതായിട്ട് കണക്ട് ചെയ്യണം കേട്ടോ ആപ്ലിക്കേഷനെ. നമ്മള് എന്താ നമ്മളായിട്ട് കണക്ട് ചെയ്ത ആപ്ലിക്കേഷൻ ആണ്. അപ്പോഴാണ് കറക്റ്റ് എന്ത് ചെയ്യത്തുള്ളൂ, അവിടെ എൻഗേജ്മെന്റ് നടക്കുള്ളൂ. ഒരു ഉദാഹരണം കാണിച്ചു തരാം. ഇപ്പൊ ക്യാൻവ എന്നുള്ള ആപ്പ്, മാക്സിമം നമ്പർ ഓഫ് ലിങ്ക് ക്ലിക്ക്, സെലക്ട് ആപ്പ്. ഈ ആപ്ലിക്കേഷൻ ക്യാമ്പയിന് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ആദ്യം എന്താണെന്ന് അറിയോ, നമ്മുടെ ഇവിടെ നമുക്ക്, ഞാൻ ആ ബിസിനസിന്റെ സെക്ഷൻ എടുത്ത സമയത്ത് ബിസിനസ് അക്കൗണ്ട് എടുത്തപ്പോൾ നമുക്കിവിടെ ആപ്പ് നമ്മളെ പേജിനായിട്ട് കണക്ട് ചെയ്യണം കേട്ടോ. ആദ്യം കണക്ട് ചെയ്താലാണ് എന്ത് ചെയ്യുള്ളൂ, അത് കറക്റ്റ് വർക്ക്ഔട്ട് ആവുള്ളൂ. കാരണം നമുക്കിവിടെ എന്താ, ഇവിടെ നമുക്ക് എന്തുണ്ട്, ഇവന്റ്സ് ഉണ്ട്. ഇവന്റ്സ് ഉണ്ടായതുകൊണ്ട് നമ്മൾ ആപ്പിൽ എത്ര പേര് രജിസ്റ്റർ ചെയ്തു, അല്ലെങ്കിൽ എത്ര ആൾ സൈൻ അപ്പ് ചെയ്തു, എത്ര കൺവേർഷൻ നടന്നു, എൻഗേജ്മെന്റ് നടന്നു എന്നുള്ളത് കിട്ടണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, നിർബന്ധമായിട്ടും ആപ്പ് കണക്ട് ചെയ്യണം. അപ്പൊ ഇവിടെ ആപ്പ് കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതിന്റെ ലിങ്ക് കോഡും കാര്യങ്ങളും ഉണ്ട്. അത് ആപ്പ് ഡെവലപ്പ് ചെയ്യുന്ന ടീമിന് കൊടുത്തിട്ട് അത് ആപ്പിൽ ആ കോഡ് ഇട്ടുകാണ്ട് കണക്ട് ചെയ്യണം. എന്നാലേ നമ്മൾ ആ ഡീറ്റെയിൽസ് കൂടെ കിട്ടുള്ളൂ. അപ്പേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇവിടെ ചൂസ് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ ഏതൊക്കെ കണക്ട് ചെയ്തിട്ടുണ്ട് ആപ്പ് ഇവിടെ വരും, ചൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അതല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് ക്യാമ്പയിൻ ചെയ്ത് സെറ്റ് ആക്കാൻ ബുദ്ധിമുട്ടാകാരം. കാരണം എന്താ വെച്ചാൽ ഇവന്റ് കാര്യങ്ങൾ നമുക്കൊന്നും ട്രാക്ക് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ ഡീറ്റെയിൽ കിട്ടൂല നമുക്കിവിടെ. ഓക്കെ.
ഒരു പേര് വെച്ചിട്ട് തന്നെ വരുന്നില്ല നിലവിലുള്ള ഒരു ആപ്പ്. ലിങ്ക് അടിച്ചിട്ട് വരുന്നില്ല. ഇനിയിപ്പോ ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോർ, ആപ്പ് സ്റ്റോർ, ആമസോണ്, ഓക്കെ. പിന്നെ വരുന്നത് ആപ്പ് സെലക്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇപ്പോ ഇവിടെ ഇവിടെ എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക് ആയിട്ട് എന്ത് ചെയ്യും, നമ്മുടെ ആപ്പ് സെലക്ട് ആയി വരും. അവിടെ ആപ്പ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ ആ ആപ്പ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ, പ്രൈമറി ടെക്സ്റ്റിനും ഒരു ഇമേജും കൊടുക്കുക. ബട്ടൺ വരിക, ഇവിടെ ആപ്പിന്റെ ലിങ്ക് ബട്ടൺ വരിക. ഏത് ആപ്പാണോ ആ ആപ്പിന്റെ ലിങ്ക് ഇവിടെ ബട്ടൺ ആയിട്ട് വരും. യൂസ് കാൾ ടു ആക്ഷൻ, ഇവിടെ ആപ്പ് യൂസ് ആപ്പ് എന്നോ അല്ലെങ്കിൽ ഇൻസ്റ്റാൾ നൗ എന്നോ എന്നൊക്കെ ബട്ടൺ, ഡൗൺലോഡ് നൗ എന്നൊക്കെ എന്ത് ചെയ്യാം നമുക്ക് കൊടുക്കാൻ പറ്റും. ഓൾറെഡി യൂസ് ചെയ്യുന്ന ആപ്പ് ആണെങ്കിൽ യൂസ് നൗ എന്ന് കൊടുക്കാം. പുതിയ ആളുകളെ ബേസ് ചെയ്തിട്ടാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഡൗൺലോഡ് എന്നുള്ള ബട്ടൺ കൊടുക്കുക. ഇതിപ്പോ ആപ്ലിക്കേഷൻ കണക്ട് ചെയ്ത പേജ് ഉണ്ടാവും. നമുക്ക് ഓൾറെഡി നമ്മൾ കണക്ട് ആക്കുകയാണെങ്കിലേ പറ്റുള്ളൂ. ചില ക്യാമ്പയിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് ഇൻസ്റ്റാളേഷൻ ആവുന്നുള്ള നമുക്ക് ഒരു ആഡ് ഉണ്ട്, അതിൽ പറ്റിയിരുന്നു. നമുക്ക് ഏതാളെ ആഡ് ചെയ്യുക, ജസ്റ്റ് ലിങ്ക് കൊടുത്തുകൊണ്ട് ഒരു ക്യാമ്പയിൻ സെറ്റ് ചെയ്യാൻ പറ്റും. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പ്ലേ സ്റ്റോർക്ക് പോകും. ഇപ്പോൾ അത് പറ്റണില്ല. കാരണം ഇപ്പൊ നമ്മൾ ചെയ്യണമെങ്കിൽ ഓൾറെഡി നമ്മൾ എന്ത് ചെയ്യണം, ആപ്ലിക്കേഷൻ രജിസ്റ്റർ ചെയ്യണം. രജിസ്റ്റർ ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ കണക്ട് ചെയ്തിട്ട് നമ്മുടെ പേജിനേറ്റവും ആപ്ലിക്കേഷൻ കണക്ട് ചെയ്യണം. കണക്ട് ചെയ്യാത്തപ്പോൾ നമുക്ക് ഇവിടെ വരുന്നില്ല. അല്ലെങ്കിൽ ഇവിടെ സാധാരണ നമുക്ക് ഇതിൽ ഇപ്പൊ നമുക്ക് വാട്സപ്പ് എന്നൊക്കെ അടിച്ചു കൊടുത്താൽ വാട്സപ്പിന്റെ ആപ്പൊക്കെ വന്നിരുന്നു. അപ്പൊ അത് സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഒരു ആഡ് ഇമേജും കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ ചെയ്യായിരുന്നു. ഇനി മറ്റേ ആപ്പ് ഇൻസ്റ്റാളേഷൻ ക്യാമ്പയിന് പറ്റുമായിരിക്കും. ഇത് എൻഗേജ്മെന്റ് ക്യാമ്പയിൻ ആയതുകൊണ്ടായിരിക്കാം മേ ബി. ആ ആപ്പ് എൻഗേജ് ചെയ്യണമെങ്കിൽ എന്ത് വേണം, അതിനായിട്ട് കണക്ട് ചെയ്യണം. കാരണം എൻഗേജ് എന്ന് പറയുമ്പോൾ
എന്തെങ്കിലും പ്രോസസ് ചെയ്യലാണല്ലോ. അപ്പൊ അതുകൊണ്ടായിരിക്കും. അപ്പൊ സംഭവം മനസ്സിലായോ? ആ ഉം. ഇനിയിപ്പോ ഇത് നിങ്ങൾ ചെയ്തുമ്പോഴേ അറിയുള്ളൂ. ഇതിപ്പോ വീഡിയോ ആണോ കൂടുതലും ഉപയോഗിക്കുക? ഇത് ഏറ്റവും കൂടുതൽ ഈ എൻഗേജ്മെന്റ് ഉപയോഗിക്കുക ആളുകളെ ഇന്ററാക്ട് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട്. അത് ഒന്നെങ്കിൽ വീഡിയോ, അല്ലെങ്കിൽ ഒരു പോസ്റ്റ്, കമന്റ്, കാര്യങ്ങളൊക്കെ, ഒരു ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചുകൊണ്ടുള്ള ആഡ് ഒക്കെ ഉണ്ടാവും നിങ്ങള്. അപ്പൊ അതിന്റെ ഇടയിൽ ആൻസർ ചെയ്യുക. അപ്പൊ അങ്ങനത്തെ എൻഗേജ് ചെയ്യിപ്പിക്കുക, ആളുകളെ നമ്മളെ എൻഗേജ് ചെയ്യിപ്പിക്കുക. അതിന് പറ്റിയ വീഡിയോസ് ആണ് നമ്മൾ സാധാരണ ഇപ്പൊ നമ്മള് ക്ലയന്റിനൊക്കെ കൂടുതലും ചെയ്യൽ എന്താണ്, ക്ലയന്റിന് ഓരോ വീഡിയോസും എൻഗേജ്മെന്റ് ക്യാമ്പ് ഇട്ട് കഴിഞ്ഞാൽ അത്യാവശ്യം ലൈക്കും കമന്റും കയറും. കാരണം റീച്ച് അവയർനെസ് കൊടുത്തു കഴിഞ്ഞാൽ കണ്ടമാനം റീച്ച് ആവാൻ നല്ലത്, അത് ആരും എൻഗേജ് ചെയ്യൂല. അത് ജസ്റ്റ് റീച്ച് കയറുള്ളൂ. എൻഗേജ്മെന്റ് ഇട്ടാലാണ് ഒരുപാട് ആൾക്കാർ എന്ത് ചെയ്യുക, എൻഗേജ് ചെയ്യുക. അപ്പൊ ഇത് എൻഗേജ് ചെയ്യേണ്ട ആൾക്കാർക്ക് മാത്രമേ ഇവർക്ക് ഫോക്കസ് ചെയ്ത് കാണിക്കുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ കുറെ ലൈക്കും കമന്റ് ഒക്കെ കിട്ടും. എൻഗേജ് ക്യാമ്പയിന്റെ മെയിൻ പർപ്പസ് തന്നെ നമ്മൾ കൂടുതൽ കൊടുക്കല് വീഡിയോസിനാണ്. റീൽസ്, വീഡിയോസ്, അതിനാണ് നമ്മൾ എൻഗേജ്മെന്റ് ക്യാമ്പയിൻ ഏറ്റവും കൂടുതൽ കൊടുക്കല്. ഓക്കെ. അപ്പൊ ഈ രീതിയിലാണ് വരിക. ഇത് മെസ്സഞ്ചർക്ക് കൊണ്ടുപോവുക, നമ്മളെ വീഡിയോക്ക് കൊണ്ടുപോവുക, അതുപോലെ കാള്, വെബ്സൈറ്റ്, മൊബൈൽ ആപ്ലിക്കേഷന്, ഫേസ്ബുക്ക് പേജ്. ഓക്കെ. അപ്പൊ ഈ രീതിയിലാണ് അത് ഫിനിഷ് ചെയ്ത് പബ്ലിഷ് ചെയ്യാനുണ്ട്. ഞാൻ ഫിനിഷ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് പബ്ലിഷ് ചെയ്യുന്നത്. കിട്ടിയോ? അപ്പൊ ഈ രീതിയിൽ എന്ത് ചെയ്യാ, നിങ്ങളേതെങ്കിലും ഏറ്റവും നല്ലതേ നിങ്ങളൊരു വീഡിയോ വെച്ചുകൊണ്ട് എന്ത് ചെയ്യാ, ഒരു വീഡിയോ എന്തെങ്കിലും വെച്ച്, വീഡിയോ അല്ലെങ്കിൽ ഒരു പോസ്റ്റ് വെച്ചുകൊണ്ട് ഒരു എൻഗേജ്മെന്റ് ക്യാമ്പയിൻ ചെയ്തുകൊണ്ടിട്ടോ, ചെയ്തിട്ട് നാളേക്ക് ചെയ്ത് കാണിച്ചു തരാൻ വേണ്ടി. ഇന്നലെ ചെയ്യാൻ നാളെ രാവിലെ ചെയ്യാൻ നിന്നാ അപ്പൊ നമുക്ക് ലേറ്റ് ആവും. അപ്പൊ ഇന്ന് ചെയ്ത് ജസ്റ്റ് നാളെ കാണിച്ചു തന്നാൽ മതി, ഫൈനലൈസ് ചെയ്താൽ മതി. ഓക്കെ.